ഒരു 30 വർഷം മുമ്പ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വണ്ടി ഓടിച്ചിരുന്ന ഒരാളാണ്. അന്ന് സ്പീഡ് ലിമിറ്റുകളൊന്നുമില്ല, ഓടിച്ചിരുന്ന ഒരാളാണ്. എനിക്കൊരു ഫോട്ടോ അയച്ചു തരാണ്, സാർ ഇതാണ് ഡ്രൈവർ. ഞാൻ പറഞ്ഞു ഇതല്ല ഡ്രൈവർ. ഞാൻ വീഡിയോ എടുത്ത ഡ്രൈവർക്ക് താടി ഉണ്ടായിരുന്നു. പോലീസിനോ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനോ എൻഫോഴ്സ് ചെയ്തുകൊണ്ട് മാത്രം അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഈ റോഡ് അപകടം. ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് വണ്ടി ഓടിച്ചാൽ 5 വർഷത്തേക്ക്, 18 വയസ്സ് കഴിഞ്ഞ് 5 വർഷത്തേക്ക് പിന്നെ ലൈസൻസ് ടെസ്റ്റിനും അപ്പിയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു നിയമമുണ്ട്. ഒരു യൂട്യൂബിലൊരു ഒരു ചാനലിനടുത്ത ഇൻ്റർവ്യൂ ഉണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഞാൻ ഗണേഷ് കുമാർ ഓടിക്കുന്ന വണ്ടിയിലിരുന്ന് ഉറങ്ങും എന്നാണ് പറയുന്നത്. നമ്മളൊരു ഡ്രൈവിംഗ് ഡിസിപ്ലിൻ, 2 ഡ്രൈവിംഗ് കൾച്ചർ, ഈ 2 സാധനം മലയാളികൾ ഡെവലപ്പ് ചെയ്യണം. ചിലർ വണ്ടി ഓഫ് ചെയ്തിട്ട് ഒരു വണ്ടി മാറുന്ന വഴിയുള്ളൂ ഈ പാലത്തിൽ. ചില അഹങ്കാരം അങ്ങോട്ട് കൂടിയിട്ട് വണ്ടി ഓഫ് ചെയ്തിട്ട് നീ വേണേ ഞാൻ ആദ്യം എന്നുള്ളതല്ല, ആദ്യം വന്നാൽ ആദ്യം പോട്ടെ എന്ന് ചിന്തിക്കാൻ, ആ പ്രയോറിറ്റി നിശ്ചയിക്കാൻ നമ്മുടെ ഏത് സംസ്കാരമാണ് നമ്മളെ തടയുന്നത്? എന്ത് വാക്കാണ് ആശ്വസിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക്? സാരമില്ലെന്നാണോ, പോട്ടെന്നാണോ, തിരിച്ചു വരുമെന്നാണോ, ഇനി ഇങ്ങനെ ഉണ്ടാകാൻ നോക്കാമെന്നാണോ? ഏത് വാക്ക് പറഞ്ഞാണ് നമ്മൾ അവരെ ആശ്വസിപ്പിക്കുന്നത്? ഈ ട്രാൻസ്പോർട്ട് വകുപ്പ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനായിട്ട് ഞാനൊരു 9 കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. പരസ്യ ബോർഡൊക്കെ അവിടെ പഞ്ചായത്തിൽ വെച്ച് പൈസ കിട്ടുന്നില്ല, അവിടെ ഇരുന്നോട്ട് നമ്മൾ അതിലോട്ട് നോക്കായിരുന്നാൽ മതി. പ്രിയമുള്ളവരെ, കേരള നിയമസഭയുടെ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിലെ 3ാം എഡീഷൻ ഇവിടെ നടക്കുമ്പോൾ ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ ചർച്ച തന്നെ യുവാക്കളും ട്രാഫിക് നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇന്ന് നമ്മുടെ നാട്ടിലെ ഗതാഗത സുരക്ഷിതത്വം പ്രധാനമായും കയ്യിലേന്തിയിരിക്കുന്നത് ചെറുപ്പക്കാരാണ്. അപ്പോൾ യുവാക്കളിലും യുവതികളിലുമാണ് യഥാർത്ഥത്തിൽ ഇനി കേരളത്തിലെ റോഡ് അപകടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനുള്ള ഏറ്റവും വലിയ ചുമതല ഇരിക്കുന്നത്. നിങ്ങളെങ്കിലും ഒരു പുതിയ തലമുറ റോഡ് ഗതാഗതത്തിൽ നിയമങ്ങൾ അനുസരിക്കുകയും അതിനെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ളവരാവുകയും അവനവൻ്റെ വാഹനങ്ങളുടെ ശ്രദ്ധിച്ചുള്ള ഓടിക്കലിനൊപ്പം ഇതര വാഹനങ്ങളുടെ അപകടകരമായ ഒരു വരവിനെ നിന്ന് രക്ഷപ്പെടാൻ, അപകടം ഉണ്ടാക്കുന്നവരിൽ നിന്ന് രക്ഷപ്പെടാൻ. നമ്മൾ പറയും വിദേശ രാജ്യങ്ങളൊക്കെ ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട്, നമ്മൾ കൃത്യമായി ഡ്രൈവ് ചെയ്യും. പക്ഷെ നമ്മുടെ എതിരെ വരുന്ന ആൾ എങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു എന്നൊരു വിഷയമുണ്ട്. ആ വിഷയം നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ കുറ്റം കൊണ്ട് പലപ്പോഴും അപകടങ്ങൾ നമ്മുടെ കുറ്റം കൊണ്ടാവില്ല, എതിരെ വരുന്ന ആളിൻ്റെ അശ്രദ്ധയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓവർ സ്പീഡ് കൊണ്ടോ ഉണ്ടാകാം. അപ്പോൾ നമ്മളെ കരുതുന്നതോടൊപ്പം മറ്റുള്ളവർ നമുക്ക് അപകടം ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയോടെ വണ്ടി ഓടിക്കുന്ന ഒരു രീതി നമുക്കുണ്ടാകണം. പ്രത്യേകിച്ച് യുവജനങ്ങൾ, മോട്ടോർ സൈക്കിൾ പോലുള്ള വാഹനങ്ങൾ ഓടിക്കുന്നവർ വേഗതയിൽ വലിയ ത്രില്ലടിച്ചിട്ട് കാര്യമില്ല. ഒരുപക്ഷെ ഒരു 10-20 വർഷം മുമ്പ് കേരളത്തിൽ ഇത്രയും നല്ല റോഡുകളൊന്നും ഇല്ലാത്ത കാലത്ത്, ഇത്രയും നല്ല വാഹനങ്ങളില്ലായിരുന്ന ഒരു കാലത്ത്, ഒരു 30 വർഷം മുമ്പ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വണ്ടി ഓടിച്ചിരുന്ന ഒരാളാണ്. അന്ന് സ്പീഡ് ലിമിറ്റുകളൊന്നുമില്ല, ഓടിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എന്തുകൊണ്ടോ, ദൈവഭാഗ്യം കൊണ്ടോ ദൈവകൃപ കൊണ്ടാണോ, ഞാൻ ദൈവവിശ്വാസിയായിട്ട് പറയുകയാണ്, ഇന്ന് വരെ ഒരു അപകടവും ഭാഗ്യത്തിന് സംഭവിച്ചില്ല എന്നുള്ളത്. അതൊരു ഭാഗ്യം മാത്രമാണ്. പക്ഷെ വളരെ ശ്രദ്ധയോടെ മാത്രമേ ഞാനന്ന് വണ്ടി ഓടിച്ചിട്ടുള്ളൂ. ഞാൻ ആലോചിക്കാറുണ്ട്, കോഴിക്കോട് നിന്നൊക്കെ മാരുതി കാറിൽ ഞാൻ അന്ന് 800 മാരുതി പുറപ്പെട്ടാൽ തിരുവനന്തപുരത്ത് എത്തുന്നവരെ ആരും ഓവർടേക്ക് ചെയ്യാറില്ല. കാരണം അത്ര നല്ല സ്പീഡിലാണ് വരുന്നത്. തനിച്ചാണ് വണ്ടി ഓടിക്കുന്നത്, ആരും കൂടെ ഉണ്ടാവാറില്ല. പാട്ട് വയ്ക്കും, പാട്ടിൻ്റെ കൂടെ പാടും. കൂടെ പാടാനും വെള്ളത്തിൽ പൂട്ടാനും എളുപ്പമാണ്. അല്ല, ഇത് കേട്ടുകൊണ്ട് നിങ്ങൾ ഞാനൊരു പാട്ടുകാരനാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ അങ്ങനെ ആസ്വദിച്ച്, പാട്ടൊക്കെ ആസ്വദിച്ചെങ്കിൽ പോരും. മിക്കവാറും രാത്രിയിലായിരിക്കും യാത്ര. പക്ഷെ അന്ന് റോഡ് ഇത്രയും വാഹനങ്ങളില്ല, റോഡ് ഇത്രയും നല്ലതുമല്ല. എങ്കിൽ പോലും ഇത്രയും അപകടങ്ങൾ ഉണ്ടായിരുന്നില്ല. റോഡുകൾ നന്നാവുകയും വാഹനങ്ങളുടെ എണ്ണം കൂടുകയും ചെയ്തപ്പോൾ അപകടങ്ങൾ കൂടിയിരുന്നു. പിന്നെ നമ്മളെ വണ്ടികളുടെ ഡിസൈൻ മാറി. അന്നത്തെ മോട്ടോർ സൈക്കിൾ, അന്നാകെ SD, ബുള്ളറ്റ്, ഇങ്ങനെ മോട്ടോർ സൈക്കിൾ. ഇന്ന് പക്ഷേ വളരെ പവർ കൂടിയ മോട്ടോർ സൈക്കിൾ, അത് ഒരു വീൽ ഉയർത്തി കൊണ്ടുപോകാൻ കഴിയുന്നതൊക്കെ ഉണ്ട്. ഇത്തരം അപകടങ്ങൾ വിളിച്ചു വരുന്നതും കൂടുതലും ചെറുപ്പക്കാരാണ്. അപ്പോൾ യുവാക്കളെ സംബന്ധിച്ച് ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർക്കൊന്നുമില്ല, പക്ഷെ അവരെ വളർത്തി വന്ന അമ്മയും അച്ഛനും ഉണ്ട്, അവരെ ബന്ധുക്കളുണ്ട്. അവർക്ക് ഒരു വേർപാട് മൂലം ഉണ്ടാകുന്ന ദുഃഖം വളരെ വലുതാണ് എന്ന് സ്വയം ഒത്തുന്നത്. ഞാൻ ഒരു അപകടത്തിൽ എൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയാൽ, ഞാൻ എൻ്റെ അശ്രദ്ധ കൊണ്ട് എൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയാൽ എൻ്റെ അച്ഛനും അമ്മയും മറ്റ് സഹോദരങ്ങളും ബന്ധുക്കളും ദുഃഖിക്കും, എൻ്റെ കൂട്ടുകാർ വിഷമിക്കും എന്നൊരു ചെറിയ ചിന്ത എവിടെയെങ്കിലും ഉണ്ടാകുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ പ്രസംഗം നീട്ടില്ല, നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ് കൂടുതലും. ഒരു മന്ത്രി എന്ന നിലയിൽ
ഒരു AK-47 ഗൺ വെച്ചിട്ട് നിങ്ങളെ നിരന്തരമായി വെടിവെക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനും എന്നെ വെടിവെക്കാനും എനിക്ക് തിരിച്ച് അങ്ങോട്ട് വെടിവെക്കാനും അവസരം തരുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ പലപ്പോഴും പ്രസംഗങ്ങളാണ്, അത് പ്രവൃത്തിപഥത്തിൽ എങ്ങനെ വരുന്നുവെന്നറിയാൻ ജനാധിപത്യത്തിൽ നമുക്കൊരു അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എല്ലാ പ്രസംഗങ്ങളും പ്രവൃത്തിപഥത്തിൽ വന്നിരുന്നെങ്കിൽ നമ്മൾ സ്വർഗ്ഗതുല്യമായ ഒരു ലോകത്ത് ജീവിക്കുമായിരുന്നു. അപ്പോൾ ഒരു വാഗ്ദാനങ്ങൾക്കപ്പുറം ഒരു പരിഷ്കാരം എങ്ങനെ നടപ്പിലാക്കും എന്ന് ഞാൻ ചുമതല വഹിക്കുന്ന വകുപ്പിലാണെങ്കിലും ഞാൻ ചുമതല വഹിക്കുന്ന നിയോജകമണ്ഡലത്തിലാണെങ്കിലും ഈ പരിഷ്കാരം എന്തായിരിക്കും, എങ്ങനെയായിരിക്കണമെന്ന് ജനങ്ങളോട് സുതാര്യമായി പറയാൻ കഴിയണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മുടെ ഈ ലൈസൻസ് പരിഷ്കരണത്തിനെക്കുറിച്ചൊക്കെ പല മാറ്റങ്ങളും വരുത്തിയപ്പോൾ എനിക്കെതിരെ വലിയ വിമർശനങ്ങളും സമരങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഇന്ന് കാലം വളരെ പെട്ടെന്ന് 6 മാസം കൊണ്ട് തന്നെ മാറ്റം ഉണ്ടായി. ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നല്ല ലൈസൻസ് കൊടുക്കണം, നല്ല ഡ്രൈവിംഗ് ആയിരിക്കണം, അപകടങ്ങളും മരണങ്ങളും ഒഴിവാക്കണം, റോഡിൽ അശ്രദ്ധമായി വണ്ടി ഓടിക്കാൻ പാടില്ല. ഇതെല്ലാം മുന്നോട്ട് വന്നു. ഒരു റെവല്യൂഷൻ്റെ സമയമാണ്. പോലീസിനോ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനോ എൻഫോഴ്സ് ചെയ്തുകൊണ്ട് മാത്രം അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഈ റോഡ് അപകടങ്ങൾ. ഇപ്പം നമ്മൾ ഓരോരുത്തരും, നമ്മൾ ഓടിക്കുന്ന ബൈക്കാകട്ടെ, നമ്മൾ ഓടിക്കുന്ന കാറാകട്ടെ, ഒരു ക്യാമറ വാങ്ങി പിടിപ്പിച്ചാൽ അതിൽ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ചില ഒഫൻസുകൾ, അല്ലെങ്കിൽ നിങ്ങളൊരാളോടൊപ്പം സുഹൃത്തിനോടൊപ്പം അല്ലെങ്കിൽ ബന്ധുക്കളോടൊപ്പം കാറിൽ യാത്ര ചെയ്യുന്നു, മറ്റൊരാൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഇത്തരം ഒഫൻസുകൾ. 3 പേര് ഒരു ബൈക്കിൽ ഹെൽമെറ്റ് ഇല്ലാതെ പോവുക സ്ഥിരമായി കാണുന്നൊരു കാഴ്ചയാണ്. 3 പേര് പോകുന്നത് തെറ്റ്, 3 പേരും ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്ന അതിനേക്കാളും വലിയ തെറ്റ്. ഇതെല്ലാം നിയമവിരുദ്ധമായ കാര്യങ്ങൾ. ഇതെല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് വീഡിയോയിൽ റെക്കോർഡ് ചെയ്യും. അത് നമ്മുടെ RTOയ്ക്ക് ഏതാണോ നമ്മൾ നിൽക്കുന്ന ഭാഗം അവിടുത്തെ, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന നിയറസ്റ്റ് RTOയ്ക്ക് നിങ്ങൾ ആ സ്ഥലം എവിടെയാണെന്ന് കാണിച്ചുകൊണ്ട് ഈ വീഡിയോ അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കുമ്പോൾ അവർ നടപടിയെടുക്കും. ഞങ്ങളുടെ പല RTOമാരും ഇപ്പോൾ പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ദിവസം കോഴിക്കോട് മാത്രം RTO ഉണ്ട് പറഞ്ഞ് ഒരു ആഴ്ചയിൽ 60ഓളം വീഡിയോകൾ ഒരാഴ്ചയിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട് അവർക്ക്. ഞാൻ എൻ്റെ വാഹനത്തിൽ പോലും ഒരു ക്യാമറ വെച്ചു, വേറെ ഒന്നും കൊണ്ടല്ല. ആ ക്യാമറയിൽ കിട്ടുന്ന കാര്യങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് ഒഫൻസുകൾ, നമ്മുടെ മുമ്പിൽ ഒഫൻസ് നടക്കുമ്പോൾ ആ ആളിനെ ചേസ് ചെയ്യുക, അയാളെ പിടിച്ചു നിർത്തുക, അതൊക്കെ വേറെ വിവാദങ്ങളിലേക്ക് പോകും. ഇപ്പോൾ 3 പേരൊരു ബൈക്കിൽ കയറി പോകുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടതാണ് ഒരു കുഞ്ഞ് പയ്യൻ, മീശ പോലും മുളച്ചിട്ടില്ല, 10ാം ക്ലാസ് +2 പഠിക്കുകയാണ്. ഈ കുഞ്ഞ് വണ്ടി ഓടിക്കുന്നു. അവനേക്കാൾ പ്രായം കുറഞ്ഞ 2 പെൺകുഞ്ഞുങ്ങൾ അവർ ബൈക്ക് കൂട്ടൻ്റെ പുറകെ ഇരിക്കുകയാണ്. നല്ല സ്പീഡിൽ ഓടിച്ചുവാണ്. ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഉള്ളൊരു ഭാഗത്താണത്. ഞാൻ എൻ്റെ വണ്ടി പാസ് ചെയ്യുമ്പോൾ ഞാനൊന്ന് കൈ കാണിച്ചു, മോനെ നിർത്ത്, ഞാനൊന്ന് പറയട്ടെ, ഒന്ന് ഉപദേശിക്കാൻ വിളിച്ചതാണ്. അവൻ അത് കണ്ടതും ഒരു വഴി കൂടെ അടിച്ചു വിട്ടങ്ങ് അതിനേക്കാളും സ്പീഡിൽ. അത് അതിനേക്കാളും വലിയ അപകടമാണ്. ഞാൻ ഒന്നും ചെയ്തില്ല, നമ്പർ നോട്ട് ചെയ്ത് വെച്ചു, ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു. രക്ഷിതാക്കളുടെ കുഴപ്പമാണ്, കുഞ്ഞിൻ്റെ കുഴപ്പമല്ല. ഈ വാഹനം രക്ഷിതാവ് ഈ കുഞ്ഞിന് കൊടുക്കാൻ പാടില്ല. ലൈസൻസ് ഇല്ലാത്ത കുട്ടി വണ്ടി ഓടിച്ചാൽ 5 വർഷത്തേക്ക്, 18 വയസ്സ് കഴിഞ്ഞ് 5 വർഷത്തേക്ക് പിന്നെ ലൈസൻസ് ടെസ്റ്റിന് അപ്പിയറിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു നിയമമുണ്ട്. അത് പലർക്കും അറിയില്ല. ഈ ആരാണോ കൊടുത്തു വിട്ട വണ്ടിയുടെ ഉടമ, വണ്ടിയുടെ പെർമിറ്റ് പോവും. മറ്റൊരു നിയമം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ അച്ഛനമ്മമാരുടെ പെർമിറ്റും ലൈസൻസും പോവും കൊടുത്തു വിട്ടതിന്. അപ്പോൾ ഇത്രയും കർശനമായ നിയമങ്ങൾ ഈ രാജ്യത്തുണ്ട്. അത് നടപ്പിലാക്കുന്നില്ലാണ്. അതൊരു പരിധിവരെ നടപ്പിലാക്കുമ്പോൾ അതിന് മുമ്പ് ഒരു ബോധവൽക്കരണം ആരംഭിക്കും. ഇങ്ങനൊരു ചർച്ച ഇവിടെ നടക്കുമ്പോൾ ഞാൻ ഒരു മെസ്സേജ് എല്ലാവരോടും പറയാനുള്ളത്, ഞാൻ മുമ്പേ പറഞ്ഞത് വളരെ പ്രധാനമാണ്. പല സ്ഥലത്തും ബോർഡുകൾ വയ്ക്കാറുണ്ട്, നിങ്ങളെ കാത്ത് നിങ്ങളെ ബന്ധുക്കൾ വീട്ടിലിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട നിങ്ങളെ കാത്ത് നിങ്ങളുടെ ബന്ധുക്കൾ വീട്ടിലിരിക്കുന്ന ഒരു ചിന്ത നമ്മുടെ ചെറുപ്പക്കാരിൽ വേണം. പിന്നെ ഓവർ സ്പീഡ്, ഞാനിപ്പോൾ പറയുകയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോയിരുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടെന്നറിയാം, അതൊരു തെറ്റായിരുന്നു എന്ന് പിന്നീട് എനിക്ക് ബോധ്യമായി. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരാൾ വണ്ടിയിൽ പുറപ്പെടുകയാണ്, അദ്ദേഹം എത്ര വലിയ സ്പീഡിൽ വണ്ടി ഓടിച്ചാലും നമ്മുടെ BP കൂടും, നമ്മുടെ ശരീരത്തിലെ മൊത്തം സിസ്റ്റം തകരാറിലാവും. നമ്മൾ വളരെ ഭയങ്കരമായ സ്പീഡിൽ വണ്ടി ഓടിക്കുകയും വളരെ റെക്ലെസ് ആയിട്ട് വണ്ടി ഓടിച്ച് വളരെ വേഗത്തിൽ പോവുകയാണ്. നമുക്ക് എറണാകുളത്ത് എത്തണം. അത്തരത്തിലൊരു യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം, നമ്മുടെ ശരീരത്തിൽ നമ്മൾ കൂടിയിരിക്കുന്നവരുടെ ആങ്സൈറ്റി, ഈ വണ്ടി ഓരോ സ്ഥലത്തും ബ്രേക്ക് ചെയ്യുമ്പോഴും തിരിയുമ്പോഴും അടുത്തിരിക്കുന്ന ആളൊരു ആക്ഷൻ, അയാൾ അറിയാതെ ബ്രേക്ക് കിട്ടും. ഈ ആങ്സൈറ്റി വണ്ടി ഓടിക്കുന്നവർക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവർക്കായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ആങ്സൈറ്റി സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ പോയി തിരുവനന്തപുരത്ത് നിന്ന് വിട്ട്, ഇപ്പം MG റോഡ് NH പണി നടക്കുന്നതുകൊണ്ട് കൂടുതൽ വണ്ടി MC റോഡിലാണ്. നമ്മൾ MC റോഡ് വഴി പോയി എങ്ങനെ പോയാലും, എത്ര റോക്കറ്റ് വേഗത്തിൽ പോയാലും, പരമാവധി സാധാരണ വേഗത്തിൽ പോകുന്ന ഒരാളെക്കാൾ അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് മുമ്പിൽ അവിടെ എത്തും. ഈ 15 മിനിറ്റിന് നമ്മൾ നമ്മുടെ ആയുസിൻ്റെ ഒരു 10 വർഷമെങ്കിലും കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വെപ്രാളം
ഇതിന് അസിഡിറ്റി ഉണ്ടാവും, നമ്മുടെ ശരീരത്തിൻ്റെ കെമിസ്ട്രി കംപ്ലീറ്റ് മാറും, നമ്മുടെ ശരീരമാകെ വാടി തളർന്നു പോകും. കാരണം നമ്മൾ റോഡിലോട്ട് നോക്കുമ്പോൾ അത്ഭുതകരമായ കാഴ്ചകളാണ്. അപ്പോൾ ഒരു വണ്ടി പാഞ്ഞു വരുന്നു, അത് നമ്മൾ ഒഴിക്കുന്നു, സർക്കസാണ്. അപ്പോൾ അത് നമുക്കൊരു നല്ല ശീലമല്ല, വണ്ടി ഓടിക്കുന്നവർക്കും അല്ലാത്തവർക്കും. ശ്രീ മണിയമ്പിള്ള രാജു എന്നെക്കുറിച്ച് ഒരു യൂട്യൂബിലൊരു ഒരു ചാനലിനടുത്ത ഇൻ്റർവ്യൂ ഉണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ ഗണേഷ് കുമാർ ഓടിക്കുന്ന വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങും എന്നാണ് പറഞ്ഞത്. ഞാൻ ഇത്രയും ഭയങ്കര സ്പീഡിൽ പോയാലും ഒരിക്കലും റാഷ് ഡ്രൈവിങ് ചെയ്യില്ല. ആളില്ലാത്തടത്ത്, സ്ഥലമില്ലാത്തടത്ത് ഞാൻ സ്പീഡിൽ പോയിരുന്നുള്ളതല്ലാതെ ഒരു ജംഗ്ഷനിൽ കൂടെ അമിതമായ വേഗത്തിൽ ഞാൻ വണ്ടി ഓടിക്കില്ല. ഒരു സ്ഥലത്ത് വരുമ്പോൾ ആരുമില്ല, റോഡിൽ ആരും ഇല്ലെങ്കിൽ, വിജനമായ റോഡാണെങ്കിൽ നല്ല സ്പീഡിൽ പോകാമെന്നുള്ള ഒഴിച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മളത് ചെയ്തിട്ടില്ല. അത് ചെയ്യാൻ പാടില്ല. നല്ല ഡ്രൈവിംഗ് അല്ല. ഞാൻ പറഞ്ഞു, ഇത്രയും വർഷത്തിനിടയിൽ ഒരു തലത്ത് പോലും തട്ടി ഒരു അപകടം ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ആ ശ്രദ്ധ കൂടിയുണ്ട്. എൻ്റെ ഭാഗ്യം മാത്രമല്ല, എൻ്റെ ഒരു പ്രത്യേകമായ ശ്രദ്ധയുണ്ട്. ആ ഡ്രൈവിങ്ങിൽ ഒരു ഡിസിപ്ലിൻ. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് മനസ്സിലാക്കേണ്ടത്, വിദേശ രാജ്യങ്ങളിലേക്ക് ഡ്രൈവിംഗ് പരിശീലനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചാൽ അറിയാം. യങ്സ്റ്റേഴ്സ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു ഡ്രൈവിംഗ് ഡിസിപ്ലിൻ, ഡ്രൈവിംഗ് കൾച്ചർ, ഈ രണ്ട് സാധനം മലയാളികൾ ഡെവലപ്പ് ചെയ്യണം. ഇന്ത്യയിലുള്ള ഒരാകെ മൊത്തം, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലുള്ള ഒരാകെ മൊത്തം ട്രക്ക് ഓടിക്കുന്നവരാണ്. വളരെ വിദേശ രാജ്യങ്ങളൊക്കെ ട്രക്ക് ഓടിക്കുന്നവർ വെൽ ഡിസിപ്ലിൻഡാണ്. അത് പല രാജ്യങ്ങളിൽ, ഇപ്പോൾ ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ പാകിസ്ഥാനി, ബംഗ്ലാദേശ്, ഇന്ത്യക്കാർ, അങ്ങനെ പല രാജ്യങ്ങളും, കാനഡയിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്ത്രീകൾ വരെ, മലയാളികളായ സ്ത്രീകൾ വരെ ട്രക്ക് ഓടിക്കുകയാണ്, അമേരിക്കയിലൊക്കെ. അപ്പോൾ അത്ര വെൽ ഡിസിപ്ലിനാണ്. കാരണം ഈ സ്ത്രീക്ക് എഫർട്ട് എടുക്കാതെ തന്നെ ഓടിക്കാൻ കഴിയുന്ന വളരെ സുഗമമായ സംവിധാനങ്ങളുണ്ട് വണ്ടിക്കകത്ത്. ഓട്ടോമാറ്റിക് ഗിയറാണ്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട് അവിടെയൊക്കെ. വലിയ ട്രക്കാണ്, ഹ്യൂജ് ട്രക്കാണ് പറയുന്നത്. നമ്മുടെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലാത്തത്ര വലിപ്പമുള്ള ട്രക്കുകൾ ഓടിക്കുന്നത് നമ്മുടെ മലയാളികളായ സ്ത്രീകൾ വരെ ഓടിക്കുന്നുണ്ട്. അവർക്കറിയാം, കാരണം ആ ഒരു സ്ട്രെയിനില്ല. പക്ഷെ അവിടെയും ആ നിയമത്തിൻ്റെ കൃത്യമായ പാലനവും അതുപോലെ കൃത്യമായ ഒരു അച്ചടക്കത്തോടെ വണ്ടി ഓടും. രണ്ട് സംസ്കാരങ്ങളാണ്. ഡ്രൈവിംഗ് കൾച്ചർ എന്നൊരു കൾച്ചറുണ്ട്. അത് നമ്മുടെ മനുഷ്യനുണ്ടാകുമ്പോൾ നമുക്കൊരു കൾച്ചർ ഉണ്ടായിരുന്നു. പിന്നെ വാഹനങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ അതിനു വേണ്ടി ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതെല്ലാ രാജ്യങ്ങളിലും ഡെവലപ്പ് ചെയ്തു. നമ്മൾ ഏറ്റവും മെക്സിക്കോ പോലുള്ള രാജ്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും റോഡൊക്കെ വളരെ മോശമാണ്, ഉള്ളിലോട്ടൊക്കെ പോയി. പക്ഷേ നല്ല ഡ്രൈവിംഗാണ്. അതായത് ഈയിടെ ബൈജു നായർ വേണ്ടി സംസാരിച്ചപ്പോൾ അദ്ദേഹം അവിടെയൊക്കെ യാത്ര ചെയ്തിട്ട് തിരിച്ചു വന്നു. എന്ന് പറഞ്ഞാൽ രാജ്യം ചെറുതായിരിക്കാം, റോഡുകൾ മോശമായിരിക്കാം, പക്ഷെ അവിടെയും ഒരു അച്ചടക്കം ഡ്രൈവിങ്ങിനുണ്ടെന്നാണ്. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ അമേരിക്കയിൽ ഞാൻ പോയ സമയത്ത് കണ്ടൊരു കാഴ്ച, ഒരു റോഡിൻ്റെ 4 റോഡുകളിൽ 4 വണ്ടി ഒരുമിച്ച് വരികയാണ്. ഞാനിരിക്കുന്ന വണ്ടി അടക്കം 4 വണ്ടികൾ വന്നു. അപ്പം ഞാൻ ഓടിക്കുന്ന വണ്ടി ഓടിക്കുന്നത് എൻ്റെ സുഹൃത്തായ ഒരു മലയാളിയാണ്. അദ്ദേഹം പറഞ്ഞു, എല്ലാവരും നിർത്തി. അപ്പോൾ ഇവരിൽ ആരാണ് ആദ്യം വന്നതെന്ന് ഈ 3 പേർക്ക് 4 പേർക്കും അറിയാം പരസ്പരം. അതിനാദ്യം വന്ന ആളിനോട് വെയിറ്റ് ചെയ്യണം, ആദ്യം വന്ന ആളിന് പോകാം. നമ്മൾ നിർത്തി കൊടുത്തിരിക്കുകയാണ്. ആദ്യം വന്ന ആൾ പറയുന്നു, വേണ്ട ഞാൻ പോകുന്നില്ല, രണ്ടാമത് വന്ന ആളോ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് കൈ കാണിച്ചാൽ അയാൾ പോകുമെന്നുള്ളതല്ലാതെ അയാൾ കൈ കാണിക്കണം പൊക്കോളാൻ വേറൊരാളോട്. അല്ലെങ്കിൽ ആദ്യം വന്ന ആൾ തന്നെ ആദ്യം പോകും. ഒരു റൗണ്ടിലേക്ക് കയറുന്നു, ആ റൗണ്ടിലേക്ക് കയറുമ്പോൾ ആ റൗണ്ടിൽ ആ ട്രാക്കിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ പ്രവേശിക്കൂ. നിർത്തി, അല്ല വരുന്ന വഴിക്ക് ആ റൗണ്ടിൽ അങ്ങനെ അങ്ങ് പോവുകയല്ല, അവിടെ നിർത്തി ആ ട്രാക്കിൽ വേറെ ആരും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഡ്രൈവ് ചെയ്യേണ്ടത്. പിന്നെ നടന്നു പോകുന്നവർക്ക്, കാൽനട യാത്രക്കാർക്ക്, സൈക്കിൾ യാത്രക്കാർക്ക്, സ്കൂട്ടറിൽ പോകുന്നവർക്ക് അവർക്കൊരു പ്രത്യേക പരിഗണന കൊടുക്കണം. സ്കൂട്ടറുകാർ മറ്റുള്ളവർക്കും പരിഗണന കൊടുക്കണം. ഇപ്പോൾ പാലക്കാടേ പോകുന്ന വഴിക്ക് 3 ട്രാക്ക് 2 ട്രാക്കുണ്ട്. ഇതിൽ സ്കൂട്ടറുകാർ ചെയ്യുന്നത് എന്താ, അവർ നടുവിലത്തെ ട്രാക്കിൽ കൂടെ നടുകൂടങ്ങ് പോവുക. അപ്പോൾ ഇടത്ത് വശത്തൂടെ ഒരു ബസ്സിനും പോകാനൊക്കെ ഇല്ല. അവർക്കുമുണ്ട് ഈ കൾച്ചർ ബാധകമാണ്. റോഡ് ഒരു ട്രാഫിക് കൾച്ചർ എന്ന് പറയുന്നത് റോഡ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും. ഞാൻ തമാശയ്ക്ക് പറയാണ്ട് റോഡിൽ കച്ചവടം വെച്ചിരിക്കുന്ന ആൾക്കാരല്ല, റോഡ് സൈഡിൽ റോഡിലോട്ട് ഇറക്കി കട വെച്ച് വയ്ക്കുമല്ലോ, അവരെ കുറിച്ചല്ല പറഞ്ഞത്. അതൊക്കെ പൊളിച്ച് കളയേണ്ട സാധനമാണ്. അതിലൊന്നും ഒരു രാഷ്ട്രീയം നോക്കാൻ പറ്റില്ല, അത് പൊളിച്ച് കളയണം. അത് പല അപകടങ്ങൾക്കും കാരണം അതാണ്. അപ്പോൾ നമ്മൾ റോഡിൽ അനാവശ്യമായി പാർക്കിംഗ് നമ്മൾ എടുത്തു മാറ്റേണ്ടതാണ്. എൻ്റെ ഉദാഹരണം ഞാനിത് കഴിഞ്ഞ് പറയാം. നടന്നൊരു സംഭവം, അടുത്ത കാലത്ത് നടന്ന് നമ്മളെ വേദനിപ്പിച്ച ഒരു സംഭവത്തിൻ്റെ കാരണം അതിലൊന്നാണ്. പല കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് അതാണ് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഈ റോഡിലെ ഒരു കൾച്ചറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം, ഞാനൊരു ചോദ്യം, ഒരു പാലത്തിൽ ഒരു ബസ് കയറുകയാണ്. 10-40 പേരുള്ള യാത്ര ചെയ്യുന്ന, അല്ലെങ്കിൽ 10-20 പേര് യാത്ര ചെയ്യുന്ന ഒരു ബസ് കയറുകയാണ്. അതേ പാലത്തിൽ ഏതാണ്ട് 1/4 ഭാഗം ഞാനും എൻ്റെ സുഹൃത്തും മാത്രം യാത്ര ചെയ്യുന്ന ഒരു കാർ കടന്നു ചെല്ലുന്നു. അപ്പോൾ ഞാൻ പാലത്തിൻ്റെ 1/4 ഭാഗത്തോളം എത്തി, മറ്റേ ആൾ 25% കയറിയിട്ടുള്ളൂ. ആര് പുറമോട്ട് എടുത്തു കൊടുക്കണം? നമുക്ക് വാശിയാണ്, മലയാളികളായി നമ്മൾ പലയിടത്തും കണ്ട്, നീ എടു പുറമോട്ട്, ഞാനല്ലേ ആദ്യം കയറി, ഇടപുറമോട്ട്, ഞാൻ ആദ്യം കയറി, പുറമോട്ട്. ആരോട്? ബസ്സുകാരനോട്. 20 യാത്രക്കാരോട് കൂടി വലിയ ബസ് കയറി വരികയാണ്. 10-40 യാത്രക്കാർ കാണും. ഇതിലാരാണ് പുറമോട്ട് എടുക്കേണ്ടത്? ഇതിലാരാണ് ഒരു മര്യാദ? ട്രാഫിക് കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചിന്തിക്കുക, ആരാണ് ഇതിൽ പുറമോട്ട് എടുത്ത് മാറ്റി കൊടുക്കേണ്ടത്? 2 പേരും കയറി വന്നു,
രണ്ടുപേരും ഏതാണ്ട് തുല്യം വന്നു വയ്ക്കും. 50% പകുതിയോളം എത്തി രണ്ടുപേരും. ഇവരെല്ലാം ആര് പുറമോട്ട് എടുക്കണം? അവിടെ ഒരു തർക്കം നടക്കും. ചിലർ വണ്ടി ഓഫ് ചെയ്തിട്ട് ഒരു വണ്ടി മാറുന്ന വഴിയുള്ളൂ ഈ പാലത്തിൽ. ചില അഹങ്കാരം അങ്ങോട്ട് കൂടിയിട്ട് വണ്ടി ഓഫ് ചെയ്തിട്ട് നീ വേണമെങ്കിൽ അങ്ങോട്ട് പോകാനൊരു ധൃതിയില്ല, അല്ലെങ്കിൽ ഭയങ്കര ധൃതിയാണ്. ഹോൺ അടിച്ച് പോണം ധൃതിയാണ്. അവിടെ ഒരു 10 മിനിറ്റ് കിടക്കാനൊരു മടിയില്ല, വാശി. ഈ വാശിയുടെ ആവശ്യമില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചാൽ 40 യാത്രക്കാരോടൊപ്പം വരുന്ന ബസ് റിവേഴ്സ് എടുക്കുക എന്ന് പറയുന്ന ഒരു മെനക്കെട്ട പണിയാണ്. അതുകൊണ്ട് 2 പേരിരിക്കുന്ന കാറ് റിവേഴ്സ് എടുക്കുക എന്ന് പറയുന്നത് വളപ്പാണ്. മെനക്കെടുത്തത് 40 പേരെയാണ്. പുറമോട്ട് എടുക്കുന്നതോടുകൂടി അത് മാറിക്കിട്ടുന്ന 2 പേർക്ക് ചെയ്യാം. എന്തുകൊണ്ട് കാറുകാരന് പുറമോട്ട് എടുത്തുകൂടുക? ലൈറ്റ് വെഹിക്കിളാണ്, ചെറിയ വണ്ടിയാണ്, അതിന് ആൾ കുറവാണ്. മറ്റതിൽ 40 യാത്രക്കാരുണ്ട്. അവർക്കൊരു ഡെസ്റ്റിനേഷനിൽ എത്താനുള്ളവരാണ്. അവർക്കാണോ പരിഗണന, അതോ ഞാനെന്ന ഭാവത്തിനാണോ പരിഗണന എന്ന് ചിന്തിക്കുക. പലപ്പോഴും വഴക്കിൻ്റെ കാര്യം ഇതാണ് അല്ലേ? നമ്മൾ പല തർക്കങ്ങളുണ്ട്, റോഡിൽ കിടന്ന് തർക്കിക്കുന്ന പല കാര്യങ്ങളും ഇത്തരം കാര്യങ്ങൾക്കാണ്. ആരാദ്യം പുറമോട്ട് എടുക്കും എന്നുള്ളതാണ്. അന്തസ്സായി തീരുമാനിക്കുക. എൻ്റെ വണ്ടിയിൽ 2 പേര്, ഞാനും എൻ്റെ സുഹൃത്തും മാത്രമേ ഉള്ളൂ, ചെറിയ വണ്ടിയാണ്, ഒന്ന് റിവേഴ്സ് ഇട്ടാൽ 1 മിനിറ്റ് കൊണ്ട് ഇതങ്ങ് മാറും, അവരിങ്ങ് കടന്നു പോയി കഴിയുമ്പോൾ എനിക്ക് പോകാം എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല? 4 കൂടി ഒരു കവലയിൽ ആദ്യം വന്നാണ് ആദ്യം പോകട്ടെ എന്ന് പറയാൻ നമ്മളെന്ത്, ഞാൻ ആദ്യം എന്നുള്ളതല്ല, ആദ്യം വന്നാണ് ആദ്യം പോട്ടെ എന്ന് ചിന്തിക്കാൻ, ആ പ്രയോറിറ്റി നിശ്ചയിക്കാൻ നമ്മുടെ ഏത് സംസ്കാരമാണ് നമ്മളെ തടയുന്നത്? ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇതൊരു നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സ്കൂട്ടറിൽ പോകുന്ന വ്യക്തി അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. ആ സീബ്ര ലൈനിൽ നിൽക്കുന്ന ആളിന് ആണോ പ്രാധാന്യം, പാഞ്ഞു വരുന്ന എനിക്കാണ്, എൻ്റെ മുതലാളിക്ക് 10 കാശ് കൂടുതൽ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു അമിത വേഗത്തിൽ ഓടി വരുന്ന പ്രൈവറ്റ് ബസ്സുകാർക്കാണോ പ്രാധാന്യം? ഒരു ജീവനേക്കാൾ വിലയില്ല മുതലാളിക്ക് കിട്ടുന്ന 100-200 രൂപയ്ക്ക്. മാക്സിമം വേഗത്തിൽ പോയാൽ കിട്ടാൻ പോകുന്ന 200 രൂപ 300 രൂപ കൂടുതൽ കിട്ടും. KSRTC മന്ത്രിയായി എനിക്കറിയാം, ഇത്ര കിലോമീറ്റർ ഓടി എന്ത് വിട്ടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ പ്രൈവറ്റ് ബസ്സുകാരൻ ഈ മരണപ്പാച്ചിൽ പാഞ്ഞ് പോകുമ്പോൾ അവന് പരമാവധി കിട്ടാൻ പോകുന്നത് 100-200 രൂപയാണ്. നിങ്ങൾ വിചാരിക്കരുത് 1000, 2000, 3000 രൂപ വൈകിട്ട് കിട്ടും. പക്ഷേ ഈ ഒറ്റ സ്ട്രെച്ചിലെ ഒരു ഓട്ടത്തിലൂടി അവന് പരമാവധി പ്രോഫിറ്റ് എന്ന നിലയിൽ കിട്ടാൻ സാധ്യതയുള്ള 100-200 രൂപയാണ്. വലിയ ലാഭമൊന്നുമല്ല. പക്ഷെ അതിനു വേണ്ടി ഒരു ജീവൻ അവിടെ നഷ്ടപ്പെടുമ്പോൾ ആ ജീവനോടൊപ്പം പോകുന്ന ഒരു വലിയ സെറ്റപ്പുണ്ട്. ഒരു മരണം, ഒരു റോഡ് അപകടം സംഭവിക്കുമ്പോൾ ആരൊക്കെയാണ് ബാധിക്കപ്പെടുന്നതെന്ന് അറിയാം. എല്ലാവരും അനാഥരല്ല, ആരും തെരുവിലരയുന്നവരല്ല. ഒരു ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ, മക്കൾ, അമ്മ, അച്ഛൻ, എല്ലാവരും എല്ലാം താറുമാറാം. അവരുടെ ജീവിതം, ഒരു മരണം ഒരു വീടിൻ്റെ താളം തെറ്റിക്കും. നമ്മൾ ആലോചിച്ചത് വളരെ നിസ്സാരമായിട്ട് കളയരുത്. ഒരു മകനാണ് മരിക്കുന്നത്, വളർത്തിക്കൊണ്ടുവന്ന 10-22 വയസ്സ് വരെ വളർത്തിക്കൊണ്ടുവന്ന അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം ഏതാണ്ട് അവിടെ വെച്ച് പൊളിയാണ്. കാല് വളരുന്നുണ്ടോ, കൈ വളരുന്നുണ്ടോ, മുടി വളരുന്നുണ്ടോ എന്ന് നോക്കി വളർത്തുന്ന ഒരു കുഞ്ഞ് 10-22 വയസ്സ് വരെ ജീവിക്കുമ്പോൾ ഒരു വാഹന അപകടത്തിൽ മരിച്ചു എന്ന് പറയുമ്പോൾ ആ അച്ഛനമ്മ, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, പല വീടുകളിലും ചെല്ലുമ്പോൾ ഈ അച്ഛനമ്മമാരെ ആശ്വസിപ്പിക്കണം എന്ന് തോന്നി. എന്ത് പറഞ്ഞിട്ടാണ് ആശ്വസിപ്പിക്കുന്നത്? തിരിച്ചു വരുമെന്ന് പറയണോ, അതോ കുഴപ്പമില്ലെന്ന് പറയണോ? ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ ഞാൻ ആലോചിക്കാറുണ്ട്, ഒരു മനുഷ്യനെന്ന നിലയിൽ അവരോട് എന്ത് പറയാൻ പറ്റും? ഈ ദുഃഖം മറക്കാനും പൊറുക്കാനും ദൈവം ഒരു അവസരം നൽകട്ടെന്നല്ല. എന്ത് വാക്കാണ് ആശ്വസിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക്? സാരമില്ലെന്നാണോ, പോട്ടെന്നാണോ, തിരിച്ചു വരുമെന്നാണോ, ഇനി ഇങ്ങനെ ഉണ്ടാകാൻ നോക്കാമെന്നാണോ? ഏത് വാക്ക് പറഞ്ഞാണ് നമ്മൾ അവരെ ആശ്വസിപ്പിക്കുന്നത്? എത്ര വലിയൊരു ഒരു മാനസികാവസ്ഥയാണ് ആ അച്ഛനും അമ്മയും നേരിടുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ഒരു വളരെ നിസ്സാരമായിട്ട് ഇടിച്ചങ്ങ് തെറിപ്പിക്കുക, എന്നിട്ട് നമ്മളെ മുതലാളിക്ക് 200 രൂപ കൂടുതൽ കിട്ടിയെന്നുള്ളതാണ്. അത് KSRTC ഡ്രൈവർമാരോട് ഞാൻ പറയാണ്. അങ്ങനെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് പണം കൊണ്ടുവന്ന് ഇവിടെ നിന്ന് KSRTC ഒരു ബസ് അടിച്ച് ഒരാൾ മരിച്ചാൽ വർഷങ്ങൾ കൊണ്ട് നടക്കുന്ന കേസും അതിൻ്റെ വിധിയും വരുമ്പോൾ KSRTCക്ക് നഷ്ടം വരാൻ പോകുന്നത് 1 കോടി രൂപയാണ്. ഒരു മരണം, KSRTC വണ്ടി ഇടിച്ച ഒരാളെ കൊന്നാൽ ആ കേസ് നടന്നു പോവുകയും വർഷങ്ങളോളം നീണ്ടു പോവുകയും അങ്ങ് സുപ്രീം കോടതി വരെ പോവുകയും ചെയ്ത് കഴിയുമ്പോൾ KSRTCക്ക് ഏറ്റവും മിനിമം വരുന്ന നഷ്ടം 1 കോടി രൂപയാണ്. ഡ്രൈവർ വളരെ സുഖമായിട്ട് പിറ്റേ ദിവസം ജോലിയിൽ പ്രവേശിക്കും. ഇത് ശരിയോ തെറ്റോ? ഈ 1 കോടി രൂപ KSRTCനാണ്. എന്നിട്ടാണ് KSRTC മറുവശത്ത് ദാരിദ്ര്യം, കടമം, ശമ്പളം കൊടുക്കാൻ പൈസയില്ല. ഇതെല്ലാം പറയുമ്പോഴും നമ്മൾ തന്നെ, ജീവനക്കാർ തന്നെ ചെയ്യുന്നൊരു ദ്രോഹമാണ് ഈ വണ്ടിയിടി എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വണ്ടി 4 പേരെ മരണത്തിന് ദൗർഭാഗ്യകരമായ ഒരു യാത്രയിൽ, നിങ്ങൾ മനസ്സിലാക്കണം, ആ ഡ്രൈവറെ കുഴപ്പം തന്നെയാണ്. ഡ്രൈവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, കുട്ടിക്കാനം ഈ വണ്ടി കുമിളിയിലെത്തുമ്പോൾ വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നു, വണ്ടിക്ക് കണ്ടീഷനായിരുന്നു. ആ വണ്ടിക്ക് കഴിഞ്ഞ 4 മാസം മുമ്പേ റീകണ്ടീഷൻ ചെയ്തിറക്കിയ വണ്ടിയാണ്. അതിന് ഇൻഷുറൻസ് ഉണ്ട്, ഫിറ്റ്നസ് ഉണ്ട്, പൊല്യൂഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ടൂറിസത്തിന് വേണ്ടിയിട്ട് ഈ വണ്ടി എടുത്ത് പണിത് കുട്ടപ്പനാക്കി, ബോഡിയെല്ലാം പണിത്, സീറ്റെല്ലാം മാറ്റി, എഞ്ചിനടക്കം എല്ലാം കുട്ടപ്പനാക്കി ഇറക്കിയ വണ്ടിയാണ്. അതിനൊരു കുഴപ്പമില്ല. ആ വണ്ടി എന്താ ചെയ്യുന്നത് വെച്ചാൽ, കുമളി മുതൽ ഈ ഡ്രൈവർ ഇറക്കത്തിൽ ബസ് ഓടിക്കാൻ പരിചയമില്ല, ഗിയർ മാറി ഹെവി ഗിയറിൽ ഇറങ്ങി വരുന്നവരെ ഈ ബ്രേക്ക് അപ്ലൈ ചെയ്ത് വന്നു. അപ്പോൾ യാത്രക്കാർ പറഞ്ഞൊരു ദുർഗന്ധം, കരിഞ്ഞ മണം വന്നു.
ഏതാ ലൈനർ കരിഞ്ഞതിൻ്റെയാ. ഇയാൾ എന്ത് ചെയ്തു? ഇയാളെ അതങ്ങനെ വന്ന് ചവിട്ടിയപ്പോൾ ബ്രേക്ക് കിട്ടില്ല, ബ്രേക്ക് പോവും. അത് യന്ത്രത്തിൻ്റെ പ്രശ്നമാണത്. അത് എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ ചവിട്ടാൻ പാടില്ല. ഗിയർ ഡൗൺ ചെയ്ത് ഇറങ്ങി വരുമ്പോൾ ഇയാൾ ബ്രേക്ക് ചവിട്ടി ഗിയർ ഡൗൺ ചെയ്യാൻ ഇറങ്ങി വരുന്ന സ്പീഡിൽ തന്നെ ബ്രേക്ക് ചവിട്ടി ഇറങ്ങിയാണ്. അത് കാറിനായാലും ഇത് വരും, ബസ്സിന് വളരെ പെട്ടെന്ന് വരും, വലിയ വണ്ടിയാണ്. അങ്ങനെ കരിഞ്ഞ മണം വന്നു. പിന്നെന്താ, ബ്രേക്ക് കിട്ടുന്നില്ലേ എന്ന് പറഞ്ഞു ഇയാൾ. പിന്നെന്താ, അയാൾ പറഞ്ഞു ഞാൻ ഇടത്തോട്ട് വണ്ടി തിരിച്ചു. ഇടത്തോട്ട് വണ്ടി തിരിച്ചാൽ ആ വണ്ടി സൈഡിലുള്ള കട്ടിങ്ങിൽ ഇടിച്ച് നിൽക്കും. ഒരാൾ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ, ഒരു ഡ്രൈവർ, ഒരു പൈലറ്റ് പ്ലെയിൻ ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന പോലെ ഒരു ഡ്രൈവറും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പഠിക്കണം. നമ്മളൊരു വണ്ടി എതിരെ നമ്മൾ ഇടിക്കുന്നത് കണ്ടാൽ നമ്മൾ ഇടത്തോട്ട് ഇറക്കുക. ഓടയിൽ ഇറങ്ങിയാലും കുഴപ്പമില്ല. അപ്പോഴും നമ്മൾ സ്പ്രിംഗ് പ്ലേറ്റ് ഒടിയോ എന്ന് വിചാരിച്ചിട്ട് അല്ല, അപ്പോഴും നമ്മൾ റോഡിൽ നിന്ന് ഇറക്കി മാറ്റിക്കോളും എന്നുള്ള. അല്ല, പകരം അവിടുന്ന് വണ്ടി ഇടിക്കാൻ വരികയാണ്, വണ്ടി നിയന്ത്രണം വിട്ട് വരികയാണ്. അപ്പോഴത് രക്ഷപ്പെടണം. നമ്മുടെ അയാൾ കുഴപ്പമുണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ബുദ്ധിമാനായ ഒരു നിമിഷം കൊണ്ട് നമ്മൾ റിഫ്ലക്സ് ആക്ഷനാണ്. നമ്മൾ തീരുമാനിക്കുന്നു ഇവിടെ വിട്ട് പോയാൽ ഓടയുള്ളൂ, ഓടയിലോട്ട് ചാടിക്കും. അപ്പുറത്ത് പോയാൽ നമ്മൾ അങ്ങോട്ട് പോകാൻ ശ്രമിക്കും, വേറെ വണ്ടി ഒന്ന് ഇടിക്കും. ഈ ഏറ്റവും ഈസിയസ്റ്റ് വേയിലേക്ക് ചാടിച്ചോളുക എന്നുള്ളതാണ്, രക്ഷപ്പെട്ടുകൊള്ളുക എന്നുള്ളതാണ്. അതിന് പകരം ഡ്രൈവർ എന്ത് ചെയ്തു? ഇടത്തോട്ട് ഞാൻ തിരിച്ചു എന്ന് ടി വിയിൽ പറയുന്നുണ്ട്, പക്ഷെ തിരിച്ചത് വലത്തോട്ടാണ്. വലത്തുവശത്ത് പോയി ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് നിർത്താമെന്ന മണ്ടൻ ധാരണയാണ്. അതിൽ കൊണ്ട് ഇടിച്ചു, അത് ഒടിച്ചുകൊണ്ടങ്ങ് താഴെ പോയി. വരുത്തി വെച്ച അപകടം തന്നെയാണ്. അതൊരു മന്ത്രി എന്ന നിലയിൽ പറയാൻ ഒരു മടിയില്ല. ഇപ്പോൾ ആ വണ്ടിയുടെ ബ്രേക്ക് പരിശോധിച്ചു മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ അപകടത്തിന് ശേഷം. അപ്പോൾ വണ്ടി തണുത്തു, ഇപ്പോൾ ബ്രേക്ക് കറക്റ്റാണ്. ഈ ചവിട്ടി പിടിച്ച് വെച്ചെന്ന ചൂടുണ്ടല്ലോ അതങ്ങ് പോയപ്പോൾ ഇപ്പോഴവർ ബ്രേക്ക് പരിശോധിക്കുമ്പോൾ വണ്ടിക്ക് യാതൊരുവിധ യന്ത്ര തകരാറുകളും ഇല്ല. ആ ഡ്രൈവർ 4 ജീവൻ, എത്ര കോടി രൂപ എന്നൊക്കെ അവിടെ നിൽക്കട്ടെ, 4 കുടുംബങ്ങളെയാണ്. 4 കുടുംബങ്ങളും അതിൽ അനേകം ആളുകളെയും, മക്കൾ, കൊച്ചുമക്കൾ, ഭാര്യ, പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ, ഇവർക്കെല്ലാം ദുഃഖത്തിനിടയാക്കി തന്നില്ലേ? ഒരു ഡ്രൈവിങ്ങിനുള്ള ഒരു അപാകതയാണ്. അതിനി ഉണ്ടാകരുത് നമുക്ക് തീരുമാനിക്കാം. വന്നതിനൊന്നും കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ 4 മരണം, 4 കോടി രൂപ പോകുന്നുള്ളതല്ല, 4 മരണം. ആ 4 മരണം എത്ര പേരെ ബാധിച്ചു, എത്ര കുടുംബങ്ങളെ ദോഷകരമായി ബാധിച്ചു. മറ്റൊരു കാര്യം ഞാൻ പറയാം, ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം നിർത്താം. പിന്നെ നിങ്ങൾക്ക് എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം. എനിക്കറിയാവുന്ന മറുപടികൾ ഞാൻ പറയാം. അത് ട്രാൻസ്പോർട്ട് മാത്രമാക്കണ്ട, സിനിമ എന്ത് ഉള്ളത് ചോദിച്ചോളൂ, കുഴപ്പമില്ല. ഈ വിഷയത്തിൽ ഒതുങ്ങണ്ട. ഞാൻ എന്തും പറയാം. പേഴ്സണലായിട്ട് കാര്യം ചോദിച്ചാലും പറഞ്ഞുതരാം. അതിന് വിഷമമുള്ള ആളല്ല. ഞാനൊരു തുറന്ന പുസ്തകമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനൊന്നും ഒളിക്കാറില്ല. ഒരുപക്ഷെ എൻ്റെ എക്സ്റേയും സ്കാനിങ്ങും വരെ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തും എന്നോട് ചോദിക്കാം. ഞാനങ്ങനെ രാഷ്ട്രീയത്തിൽ ഇമേജുകളുടെ പുറത്ത് ജീവിക്കുന്ന ഒരാളല്ല. എന്നെ ചീത്ത പറഞ്ഞ് ഫേസ്ബുക്കിൽ ഇട്ടാലും യൂട്യൂബിൽ ഇട്ടാലും ഞാൻ കാണാറില്ല. എന്നെ പുകഴ്ത്തി പറഞ്ഞാലും ഞാൻ കാണാറില്ല. രണ്ടിനും ഞാൻ ഒരേ മുഖവിലയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഹൃദയം തുറന്ന് എന്നോട് ചോദിക്കാം. ഞാൻ അങ്ങനെ ഒന്നും ഒളിച്ചു വയ്ക്കുന്ന ആളല്ല. രസകരമായ മറുപടി ആയിരിക്കും. അതൊരു വിവാദമാക്കാൻ ശ്രമിക്കാതിരുന്നാൽ മതി. ഹൈദരാലി ഓക്കെ. അത് എല്ലാവരും ഓർത്ത് നമ്മുടെ എല്ലാ മാധ്യമ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവരെല്ലാം ഒരു വിവാദത്തിന് വേണ്ടി പറയുന്നതല്ല. നിങ്ങൾ ചോദിക്കുന്നതിന് തമാശ രൂപേണ ഒരു മറുപടി പറയാം എന്നുള്ളതല്ലാതെ അതിനെ ദയവീത് വിവാദമാക്കി മാറണം. വിവാദങ്ങളിലൂടെ ജീവിച്ച് തഴമ്പിച്ചു പോയ ഒരാളാണ്. നമ്മൾ ഈ പിച്ചാത്തിക്ക് മൂർച്ച കൂട്ടാൻ വേണ്ടി തീയിലോട്ട് വെച്ചിട്ട് നന്നായി പഴിപ്പിച്ച് ശോഭിച്ചിട്ട് ആഞ്ഞടിക്കും. അപ്പോൾ അതിന് മൂർച്ച കൂടും. അങ്ങനെ മൂർച്ച കൂടി വന്നൊരു പാവപ്പെട്ടവനാണ്. ഒരു മൂർച്ച കൂടി വന്ന ഒരു മൂർച്ചയേറിയ ഒരു പിച്ചാത്തിയാണ്. അദ്ദേഹം ഇത് ഉപദ്രവിക്കരുത്, ഇനി അതിനെ ബ്ലണ്ടാക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് 3 കുഞ്ഞുങ്ങൾ പാലക്കാട് മരിച്ചു. പിഞ്ചു കുഞ്ഞുങ്ങളാണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. ആ മരണത്തിനിടയാക്കേണ്ട ഒരു കാരണം എന്ന് പറയുന്നത് റോഡിൻ്റെ ഡിസൈനിങ്ങിനുള്ള തകരാറ് ഒന്ന്. മറ്റൊന്ന്, മുകളിൽ ഒരു ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ സാധനം ഇവിടെ ഇരിക്കുകയാണ്. നമ്മൾ നടന്നു പോകുമ്പോൾ ഇതിൽ നിന്നൊരല്പം മാറി നടക്കുകയുള്ളൂ. റോഡ് സൈഡിൽ ഒരു കാർ പാർക്ക് ചെയ്തിരിക്കുകയാണ്, റോഡിലേക്ക് കയറ്റി പാർക്ക് ചെയ്യാം. നമ്മൾ ആ പാർക്ക് ചെയ്തേക്കുന്ന കാറിൽ നിന്നും മിനിമം ഒരു 2 മീറ്ററെങ്കിലും വിട്ട് മാത്രമേ നമ്മൾ വണ്ടി ഓടിച്ചു പോകത്തുള്ളൂ, സ്കൂട്ടറായാലും കാറായാലും. അപ്പോൾ ഇതെന്ത് പറ്റുക വെച്ചാൽ ഈ വളമിറങ്ങി വരുന്നിടത്ത് ഒരു ഓട്ടോ സ്റ്റാൻഡാണ്. അവിടെ കുറേ വേറെ വണ്ടികളും പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് പലതും ഇങ്ങനെ ചരിച്ചൊക്കെ അപ്പോൾ അതിൻ്റെ ബാക്കിങ് റോഡിലോട്ട് കിടക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ വണ്ടി ഇറങ്ങി വരുമ്പോൾ തന്നെ ഇത് വലത്തോട്ട് പിടിക്കും. ഇതിൽ നിന്ന് ഒഴിഞ്ഞ് വരുമ്പോൾ അവിടെ ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്. ലൈൻ അങ്ങ് കയറി കിടക്കുകയാണ്. ഈ അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് ഈ മേളിൽ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടി പരമാവധി റോഡിൻ്റെ വലത്തോട്ട് മാറും. അപ്പോൾ അവിടെ റോങ് ആയിട്ട് ഒരു ബസ് ബേ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റിലോട്ട് പോകാൻ പാടില്ലെന്ന ഒരു ധാരണ 2-3 വരയൊക്കെ ഇട്ട് ഇങ്ങനെ മാർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. സീബ്രയൊക്കെ വരച്ചിട്ടുണ്ട്, ഒരു കടുവയൊക്കെ വരച്ച് വെച്ചേക്കും. അങ്ങോട്ട് പോകില്ല, മാക്സിമം റൈറ്റിലേക്ക് കയറും. റൈറ്റിലേക്ക് കയറുമ്പോൾ പാലക്കാട് ഭാഗത്ത് വരുന്ന വണ്ടിക്ക് ജസ്റ്റ് ഒരു വണ്ടി പോകാനുള്ള ഇതൊരു ട്രാക്ക് മാത്രമേ ഉള്ളൂ. ഈ ഇറങ്ങി വന്ന വണ്ടി ഇതിൻ്റെ ഫ്രണ്ടിലിടിച്ചു. പാലക്കാട് നിന്ന് വന്ന് കോഴിക്കോട് നിന്ന് വന്ന വണ്ടിയുടെ ബാക്ക് വന്നിട്ട് പാലക്കാട് നിന്ന് വന്ന വണ്ടിയുടെ ഫ്രണ്ടിലിടി. ഇടി കിട്ടിയതും ഡ്രൈവർ റിഫ്ലക്സ് ആക്ഷനിൽ ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോൾ കഷ്ടകാലത്തിന് കുഞ്ഞുങ്ങൾ മുമ്പിലുണ്ട്. ഇയാളൊരു ചവിട്ടി. ഇയാൾ ബ്രേക്ക് ചെയ്യുകയും ചെയ്തു, വണ്ടി തിരിക്കുകയും ചെയ്തു. ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു? വണ്ടി വരുന്ന ഭയന്നിട്ട് അവർ ഇങ്ങോട്ട് ഓടി.
ദൗർഭാഗ്യവശാൽ ഈ ലോറി അങ്ങോട്ട് മറിയേണ്ടതില്ല. പക്ഷേ ഇയാൾ വണ്ടി തിരിക്കുകയും ചെയ്തു, ബ്രേക്ക് ഔട്ടുകയും ചെയ്തു. പിന്നെ അവിടെ കുഞ്ഞുങ്ങൾ ഓടി മാറാൻ സ്ഥലമില്ല, അവിടെ ഒരു ഓടയാണ്, ഒരു ചാല. കുഞ്ഞുങ്ങൾ ഓടി മാറില്ല, കാരണം കുഞ്ഞുങ്ങൾ വണ്ടിയുടെ മുമ്പിൽ നിന്ന് ഓടി മാറി. വണ്ടിയുടെ മുമ്പിൽ നിന്ന് ഓടി മാറിയപ്പോൾ ഈ വണ്ടി അതിൻ്റെ പുറത്തുകൂടി കുഞ്ഞുങ്ങളെ പുറത്തേക്ക് മറിയായിരുന്നു. ഇതിൻ്റെ കാരണം എന്താണ്? ആ മുകളിൽ പാർക്ക് ചെയ്തിരുന്ന സ്ഥലമാണ്. ഞാൻ ചെന്നതിൻ്റെ അന്ന് തന്നെ പറഞ്ഞു ഇത് എടുത്തു മാറ്റും എന്ന് പറഞ്ഞു. ഞാനങ്ങ് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പിന്നെ അതിന് സമരം, അവിടെ തന്നെ വണ്ടി ഇടണമെന്ന് പറയുക. ഇത്തരം കാര്യങ്ങളെയൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇപ്പം ഡ്രൈവിംഗ് സ്കൂളുകൾ, ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുകയാണ്. ഞാൻ മന്ത്രിയായി വന്നവണ്ണെ പറഞ്ഞു ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാക്കിയിരിക്കുന്നു. ഇപ്പം നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നിടത്ത് 50% താഴെയാണ് വിജയം. മറ്റത് ഒരു മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ 127 വരെ പരിശോധിക്കുകയും അതിൽ 123 പേരും ഡ്രൈവിംഗ് ടെസ്റ്റിൽ വിജയിച്ചിരുന്ന കേരളത്തിലാണ് ഇത് 50% കുറഞ്ഞത്. എന്താ ഇപ്പം സ്ട്രിക്റ്റായി 50% കൂടുതൽ ഒരാഴ്ചയിൽ ആവറേജ് വന്നാൽ ഉടൻ സൂപ്പർ ചെക്കാണ്. എന്തുകൊണ്ട് അവിടെ 50%-നെതിരെ വന്നു എന്ന് പരിശോധിക്കാൻ? അങ്ങനെ വരാൻ പാടില്ല, വരത്തില്ല. ഒന്നാലോചിക്കണം, 127 ലൈസൻസുകൾ ഒരാൾ ടെസ്റ്റ്. അത്ഭുതകരമായ ഒരാൾ രാവിലെ 8:30 മണി മുതൽ 1:30 മണിക്കിടയ്ക്ക് ഒരു ഉദ്യോഗസ്ഥൻ 127 ലൈസൻസുകൾ പരിശോധിക്കുകയും അതിൽ 123, 124 ആളുകൾ ജയിക്കുകയും ചെയ്യുന്ന അത്ഭുതം ഗിന്നസ് ബുക്ക് റെക്കോർഡാണ് കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഗിന്നസ് ബുക്ക്. ഇത് ഗിന്നസ് ബുക്ക് റെക്കോർഡാണോ ഡിപ്പാർട്ട്മെൻറ്റിന് നാടിന് നാണക്കേടാണോ എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇവരാണ് റോഡിൽ ഇടിച്ചു കൊല്ലുന്നത്. മലപ്പുറം ജില്ലയിലൊക്കെ തൂത്തുവാരി കൊടുക്കുകയാണ്. മലപ്പുറം ജില്ലയിലാണ് ഉദ്യോഗസ്ഥനെ പിടിച്ചിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് സർക്കാരിൽ നിന്ന്. കാരണം ഇതൊരു രാജ്യദ്രോഹമാണ് ചെയ്യുന്നത്. ഇതൊരു നല്ല കാര്യമല്ല, ഒരു രാജ്യദ്രോഹമാണ്. അപ്പോൾ എന്ത് പറഞ്ഞു? ഗണേഷ് കുമാർ ദുഷ്ടനാണ്, ദ്രോഹിയാണ്, ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റയുടെയാണ്. ഇവിടുത്തെ മാധ്യമങ്ങളിൽ തന്നെ കാണിച്ചു. ഞാൻ മന്ത്രിയായി വന്ന് 2 ആഴ്ചക്കുള്ളിൽ തന്നെ ശവത്തിൻ്റെ കുഴി കുടിക്കുന്നു. ആ കുഴിക്കകത്തൊരു ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാരൻ കിടക്കുന്നു. ആണോന്നറിയില്ല, ഡ്രൈവിംഗ് സ്കൂളിലാണെന്ന് എനിക്കറിയത്തില്ല, കിടക്കുന്നു. പിന്നെ കഞ്ഞി വയ്ക്കുന്നു. എനിക്കാണെങ്കിൽ കഞ്ഞിയും പേരും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവരോട് പരാതി പറഞ്ഞു, നിങ്ങൾ എന്നെയും കൂടെ ഒന്ന് വിളിക്കേണ്ടായിരുന്നു കുടിക്കാനെന്ന്. ചർച്ചയ്ക്ക് വിളിച്ചു. എനിക്ക് 4 നേരം കഞ്ഞി എന്നാലും കുടിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇവർ സമരമൊക്കെ നടത്തി. അവരെ സമരം അവിടെ നടക്കുക. നിങ്ങൾ വിചാരിക്കും പാവങ്ങളാണ് എല്ലാവരും. ഇന്ന് മാധ്യമങ്ങൾ മനസ്സിലായിക്കോ, പാവങ്ങളാണ്, അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ്, അവരെ ദുഷ്ടൻ വന്ന് അവരെ ഉപദ്രവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. പഴയ കാറുകളാണ് ഉപയോഗിക്കുന്നത്. ഗിയറുള്ള വണ്ടി എന്ന് പറയുന്നത് കാലിൽ മാത്രമേ ഇപ്പോൾ ഗിയറുള്ളൂ. മോട്ടോർ സൈക്കിളിൽ നമുക്കറിയാം, പുതിയ ഇറങ്ങുന്ന ഒരു വണ്ടികളിലും കയ്യിൽ ഗിയറില്ല. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഇന്ത്യയിൽ കയ്യിൽ ഗിയറുള്ള സ്കൂട്ടർ മാനുഫാക്ചർ ചെയ്യുന്നില്ല. മോട്ടോർ സൈക്കിളിലെ കാലിൽ ഗിയർ മാത്രമേ ഉള്ളൂ. M80 എന്ന് പറഞ്ഞ് വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പണ്ട് മീൻ വിൽക്കാനൊക്കെ കൊണ്ടുവന്നതാണ് M80 മൂസ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ചാനലിലൊക്കെ ഒരു പരിപാടി. അപ്പോൾ ആ M80 എന്ന വെഹിക്കിളിൽ മാത്രമാണ് അവസാനമായി ഈ ഹാൻഡ് ഗിയർ വന്നത്. ഈ വണ്ടി വെച്ചിട്ടാണ് ഇപ്പോഴും ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത്. ഗിയറുള്ള വണ്ടി മോട്ടോർ സൈക്കിളാണ്, അതിൻ്റെ ഗിയർ കാലിലാണ്. അതായത് കയ്യിൽ ഗിയറിട്ട് പഠിക്കുന്ന ആൾ കാലിൽ ഗിയറിട്ട് ഓടിക്കണം പിറ്റേ ദിവസം തൊട്ട്. ലൈസൻസ് എടുക്കുന്ന ഈ കയ്യിൽ ഗിയറുള്ള സാധനം വെച്ചിട്ട്, ഓടിക്കുന്നത് കാലിൽ ഗിയറുള്ള സാധനം വെച്ചിട്ട്. ഈ തമ്മിൽ എത്ര വ്യത്യാസമാണ്? കൈയും കാലും തമ്മിലുള്ള വ്യത്യാസമാണ്. അതിൻ്റെ ഗിയർ മാറുന്നത് രണ്ടും ഒരുപോലെയാണോ? വല്ല കാലുകൊണ്ട് ഗിയർ മാറാൻ എന്തെങ്കിലും പരിശീലനം കൊടുക്കുന്നുണ്ടോ? ഇല്ല. പിന്നെന്താ? ജാമ്പവാൻ്റെ കാലത്തുള്ള വണ്ടിയാണ്. അത് 26 കൊല്ലം പഴക്കമുള്ള വണ്ടി ഉപയോഗിക്കാൻ സമ്മതിക്കണം. ഉപയോഗിച്ചോ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഇതെല്ലാം എന്നിട്ട് പറയുന്നത് ഞങ്ങളെ കഞ്ഞി പാറ്റിട്ട് ദുഷ്ടനാണ്. ശരിയാണ്, ദുഷ്ടനാണ്. പക്ഷെ ഞാൻ ഈ ഒരു പിണക്കത്തിൻ്റെ പുറത്ത് ഒരു നല്ല ലൈസൻസ് ഉണ്ടാക്കാൻ വേണ്ടി KSRTC ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചു. ഇതുവരെ 400 കുട്ടികൾ അതിൽ ചേർന്നിട്ടുണ്ട്. പ്രൈവറ്റ് ഡ്രൈവിംഗ് സ്കൂളുകളിൽ 15,500 വരെ സ്ത്രീകളിൽ നിന്ന്, അതായത് സ്ത്രീകൾക്ക് എന്തോ ഒരു കുറവുള്ളതുപോലെയാണ്. അവരെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പാടായതുകൊണ്ട് എന്നാണ് പറയുന്നത്. അവരെ ഇന്ന് കൂടുതൽ പൈസ വാങ്ങിക്കും. പുരുഷന്മാർക്ക് 10,000 രൂപ വാങ്ങിക്കും, 15,000. പക്ഷേ സ്ത്രീകൾക്ക് ഒരു 3,000 രൂപ കൂടുതൽ വാങ്ങിക്കും. എന്താണെന്ന് എൻ്റെ കാരണം മനസ്സിലായിട്ടില്ല. സ്ത്രീകൾക്ക് എന്താ, പ്ലെയിൻ വരെ ഓടിക്കുന്ന സ്ത്രീകൾക്ക്, റോക്കറ്റിൽ കൽപ്പന ചൗള അടക്കമുള്ളവർ ശ്രീരാശ് പോയ ലോകത്ത് സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ 2,000 രൂപ കൂടുതൽ കൊടുക്കണമെന്നാണ്. അപ്പോൾ ഇതെനിക്ക് മനസ്സിലായില്ല. ഇതെല്ലാം കുറച്ച് വെച്ചിട്ട് SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് റേറ്റ് കുറച്ച് വെച്ചു. പിന്നെയും കുറച്ചു. KSRTC ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുകയാണ്. 2 പുതിയ കാറ്, കാലിൽ ഗിയറുള്ള ബൈക്ക്, മറ്റ് ഓട്ടോമാറ്റിക് ഗിയറുള്ള ഈ ലേഡീസൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഹോണ്ട പോലത്തെ വണ്ടി വേറെ. ഈ 4 വണ്ടികൾ വാങ്ങി. അത് കഴിഞ്ഞ് സിമുലേറ്റർ വാങ്ങി. വണ്ടിയിൽ കയറുന്നതിന് മുമ്പേ പഠിക്കാനുള്ള ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ സിമുലേറ്റർ 5 ലക്ഷം രൂപയ്ക്ക് വാങ്ങി. ഇതെല്ലാം വാങ്ങിയിട്ട് നമ്മൾ സത്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഇതെല്ലാം വാങ്ങി ഞാൻ കഴിഞ്ഞ ദിവസം കണക്ക് നോക്കി. ഹെവി വെഹിക്കിളിൻ്റെ ഡ്രൈവിംഗ് സ്കൂൾ പല സ്ഥലത്തും തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ മറ്റേത് തുടങ്ങിയിട്ടില്ല. ഫുൾ സ്വിങ്ങിൽ ഇത് 4 വണ്ടികൾ, ഹെവിയും ലൈറ്റ് മോട്ടോർ വെഹിക്കിളും ബൈക്കും എല്ലാം പഠിപ്പിക്കാൻ തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ. ഇതുവരെയുള്ള KSRTCയുടെ ഫീസ് മാത്രം 46 ലക്ഷം രൂപയാണ്. ഇതിൽ എല്ലാ ചിലവുകളും, ഈ വണ്ടി വാങ്ങിച്ചടക്കം, ഈ വണ്ടി 4 എണ്ണം വാങ്ങിച്ചടക്കം, KSRTC വലിയ ഹെവി വെഹിക്കിൾ നമ്മൾ വാങ്ങുന്നില്ല, നമ്മുടെ കയ്യിലുണ്ട്. അത് എല്ലാ സ്കൂളിലും ഓരോ ഹെവി വെഹിക്കിളുണ്ട്. അല്ലാതെ നാട്ടുകാർക്കെല്ലാം കൂടെ ഒരു ഹെവി വെഹിക്കിളല്ല.
ഒരു എല്ലാ ഡ്രൈവിംഗ് സ്കൂളിലും കൂടെ ഒരു ഹെവി വെഹിക്കിളല്ല. ഇപ്പോൾ കൊട്ടാരക്കര ചെന്നാൽ കൊട്ടാരക്കര എല്ലാവർക്കും കൂടെ ഒരു ബസ്സാണ്. അങ്ങനെയല്ല, ഓരോ KSRTC ഡ്രൈവിംഗ് സ്കൂളിനും ഓരോ ബസ്സാണ്. അങ്ങനെ എടുത്ത് ഡ്രൈവിംഗ് തുടങ്ങി. ഇന്നേ ദിവസം വരെയുള്ള കളക്ഷൻ, ഇന്നലെ വരെയുള്ള കളക്ഷൻ വെച്ച് നോക്കിയാൽ 46 ലക്ഷം രൂപയ്ക്ക് മേളിൽ നമുക്ക് വരുമാനമുണ്ട്. അതിൽ ചിലവ് 28 മേളിൽ, അതായത് KSRTC ജീവനക്കാരുടെ സാലറിയാണ്, സർക്കാർ സാലറിയാണ്. അല്ല 100 രൂപ ഒരു ദിവസം ജോലിക്ക് വരുന്നതിന് 200 രൂപ, അങ്ങനെയല്ല, ഡെയിലി ബേസ് ഒന്നുമല്ല. KSRTC ജീവനക്കാരുടെ സാലറി വെച്ച് കൂട്ടിയാൽ KSRTCയുടെ ഇന്ന് വരെയുള്ള ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ലാഭം എന്ന് പറയുന്നത് 11 ലക്ഷം രൂപയ്ക്ക് മേളിലാണ്. നാട്ടിൽ എന്താണ് നടക്കുന്നത് മനസ്സിലായില്ല. ഈ കുഴി കിടന്നവരും കഞ്ഞി കുടിച്ചവരും പറയുന്നത് എന്താണ് സത്യമാണോ? യഥാർത്ഥം ഗവൺമെൻറ്റിൻ്റെ കണക്കാണ്, ഇത് പൊട്ടക്കണക്കല്ല. KSRTCയുടെ വിവരാവകാശ നിയമപ്രകാരം എടുക്കാൻ കഴിയുന്ന സത്യസന്ധമായ കണക്കാണ് ഞാൻ പറയുന്നത്. ആ കണക്കിൽ ഞാനിപ്പോൾ ഫിഗർ പറയുന്ന എക്സാക്റ്റ് അല്ലെങ്കിൽ പോലും 11 ലക്ഷം രൂപയ്ക്ക് മേളിൽ ഈ ദിവസങ്ങൾ 6 മാസം പോലും ആയിട്ട് തുടങ്ങിയിട്ട് ഈ ദിവസങ്ങളിൽ KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ലാഭമുണ്ട്. സർക്കാർ ശമ്പളം കൊടുത്തിട്ടും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സർക്കാർ നിർദ്ദേശ ശമ്പളമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ നാട്ടിൽ കേൾക്കുന്ന എല്ലാം സത്യമാണെന്ന് ആരും വിചാരിക്കരുത്. എല്ലാം സത്യമല്ല. സത്യം അത് എഴുതി തന്നെ കൊടുക്കാൻ കഴിയും. നിയമസഭ തുടങ്ങുകയാണ്. ഒരാൾ ചോദ്യം ചോദിച്ചാൽ പോലും കൃത്യമായി MLAക്ക് ഈ മറുപടി കൊടുക്കാൻ, സെക്രട്ടറി ഇവിടെ ഇരിക്കുകയാണ്, ഈ മറുപടി കൊടുക്കാൻ KSRTC റെഡിയാണ്. കൃത്യമായ ഫിഗർ. ഇത്ര എനിക്ക് പറയാനുള്ളൂ. നമ്മളെ നാട്ടിൽ കേൾക്കുന്ന പറയുന്നത് ശരിയല്ല. നമ്മൾ ചില കാര്യങ്ങളിൽ ഒരു അച്ചടക്കം, ഞാൻ പറഞ്ഞല്ലോ, കുടുംബങ്ങളെ തകർക്കാതിരിക്കാൻ, ജീവിതങ്ങൾ ഇല്ലാതാക്കാതിരിക്കാൻ, അപകടം ഒഴിവാക്കാൻ വേണ്ടി യുവജനങ്ങൾ തന്നെയാണ് ആദ്യം മുന്നിലിറങ്ങേണ്ടത്. ഞങ്ങൾ ഈ തെറ്റ് ചെയ്യില്ല, ഹെൽമറ്റ് വയ്ക്കാതെ ഞങ്ങൾ 3 പേരായിട്ട് പോവില്ല, ഞങ്ങൾ 3 പേര് ഒരു വണ്ടിയിൽ യാത്ര ചെയ്യില്ല, ഞങ്ങൾ ഹെൽമറ്റ് വെച്ചേ പോവുള്ളൂ എന്ന് പറയാം. യുവാക്കളോട് പറയുന്നത് നിങ്ങൾ ഹെൽമറ്റിലും ബൈക്കിലും എല്ലാം ക്യാമറ വയ്ക്കൂ, മറ്റു കുറ്റകൃത്യങ്ങൾ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരൂ, നടപടിയെടുപ്പിക്കൂ. അതിലൂടെ മാത്രം ഗവൺമെൻറ് AI ക്യാമറ വെച്ചും ഒളിച്ചു നിന്ന് വീഡിയോ എടുത്തും പോലീസും എൻഫോഴ്സ്മെൻറ്റും വിചാരിച്ചും ഒരിക്കലും ഈ നാട് നന്നാക്കാൻ പറ്റില്ല. ജനങ്ങൾ തന്നെ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ആപ്പ്, സിവിലിയൻ ആപ്പുണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, അത് ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് തന്നെ ഒഫൻസ് അപ്ലോഡ് ചെയ്യാം. അത് ഡൽഹിയിൽ പോയതിന് ശേഷം അവിടെ നിന്ന് നമ്മുടെ കൺസേൺഡ് RT ഓഫീസുകൾ വരികയും അവിടെ നിന്ന് ഇതിനുള്ള പണിഷ്മെൻറ്റ്, ഒഫൻസ് ഉണ്ടെങ്കിൽ ശിക്ഷ കൊടുക്കുകയും ചെയ്യും. ഇത്രയും സൗകര്യങ്ങൾ അഡ്വാൻസായി നമ്മൾ. അപ്പോൾ ജനങ്ങൾ തന്നെ സിവിലിയൻ ആപ്പ് ഉപയോഗിച്ചിട്ടും ജനങ്ങൾ തന്നെ ഒരു എൻഫോഴ്സ്മെൻറ്റ് സിസ്റ്റം ഏറ്റെടുത്താൽ, നമ്മുടെ മുന്നിൽ കാണുന്ന നിയമലംഘനങ്ങളും തെറ്റുകളും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ നമ്മൾ തന്നെ ശ്രമിച്ചാൽ വലിയൊരു റെവല്യൂഷൻ ഉണ്ടാകും. ഈ അപകടങ്ങളെ വൻതോതിൽ കുറയ്ക്കാൻ കഴിയും. ഇത് ദുഷ്ടലാക്കോടുകൂടിയുള്ള പരിപാടി. ഇപ്പം ഒരു വീഡിയോ നമ്മൾ കണ്ടു, ചാനലിൽ കണ്ടതാണ്. വയനാട്ടിൽ നിന്ന് രോഗമുള്ള ഒരാളെ, അസുഖമുള്ള ഒരാളെ എമർജൻസിയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരികയാണ്. ആ എമർജൻസിയായി വരുന്ന ആംബുലൻസിന് മുമ്പിൽ 1 മണിക്കൂർ 10 മിനിറ്റ് മോട്ടോർ സൈക്കിളിൽ അഭ്യാസം കാണിക്കുന്ന ആളിനെ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ തന്നെ പറയും. അതിന് വീഡിയോ ആണ്. ആ ആംബുലൻസ് ഇരുന്നവർ ആംബുലൻസിനെ ഹോൺ അടിക്കുന്നു, സൈറൺ അടിക്കുന്നു. 1 മണിക്കൂർ 10 മിനിറ്റ് രോഗിയായ ഒരു വ്യക്തിയെ കൊണ്ട് എമർജൻസിയായി ആംബുലൻസ് വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ 1 മണിക്കൂർ 10 മിനിറ്റ്, ചില്ലറ സമയമല്ല, അവരെ ബ്ലോക്ക് ചെയ്യാൻ. ബ്ലോക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിന് വരണം ആംബുലൻസ്. അതെന്ത് രോഗമാണ്? അത് അഹങ്കാരമാണോ? അത് മാനസിക രോഗമാണോ? എന്താണ് നമ്മളതിന് പറയുന്നത്? അതിനെന്ത് നടപടിയെടുക്കണം? അങ്ങനെയുള്ളവർ ഈ റോഡിൽ വണ്ടി ഓടിക്കണ്ട എന്നുള്ളത് തന്നെ. ഇത്രയും കാര്യങ്ങൾ ഇനി പറയാനുള്ളത്. ഇനി എന്നോട് ചോദിക്കാം. നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്തൊക്കെ പലപ്പോഴും ഡ്രൈവർമാർ, ഇത് കാണാമല്ലോ, സോഷ്യൽ മീഡിയയിലും കാണുന്നുണ്ട്, ഡ്രൈവർമാർ വണ്ടി ഒരു ഭാഗത്ത് മൊബൈൽ പിടിച്ചിങ്ങനെ ഓടിച്ച്, അപ്പോൾ ഒരു ഇത് സാധാരണ ഒരു ലൈസൻസ് കട്ടാകുന്നു, 3 മാസം കഴിഞ്ഞ് തിരിച്ചു വരുന്നു എന്നുള്ള കാഴ്ചയാണ് കോഴിക്കോട് ഈ അടുത്ത ദിവസമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോഴുള്ള നിയമം എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഇപ്പോൾ മൊബൈൽ ഉപയോഗിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല. അതിൻ്റെ ഉദാഹരണമാണ് കണ്ണൂരിൽ ഒരു കുഞ്ഞിൻ്റെ മരണത്തിനിടയാക്കിയ സ്കൂൾ ബസ് അപകടം. അതിൽ 4 മണി 3 മിനിറ്റ് സമയത്ത് ഈ ഡ്രൈവർ തൻ്റെ മൊബൈലിലെ സ്റ്റാറ്റസ് മാറ്റിയിരിക്കുകയാണ്. അതൊരു ഇറക്കമുള്ള സ്ഥലമാണ്, വീതി കുറഞ്ഞ ഇറക്കമുള്ള സ്ഥലമാണ്. അയാൾക്ക് സംഭവിച്ചിരിക്കുന്നത്, അയാൾ ഈ സ്റ്റാറ്റസ് മാറ്റുമ്പോൾ ഇയാളുടെ ശ്രദ്ധ പോവുകയും വലതുവശത്ത് കിടന്ന ഒരു കല്ലിൻ്റെ പുറത്തേക്ക് വണ്ടി കയറിഞ്ഞ്, സ്റ്റിയറിംഗ് ഇങ്ങോട്ട് പോയി കയറിയിട്ട് ഇത് മതിൽ പൊളിച്ച് 3 റൗണ്ട് അടിച്ചിട്ടാണ് താഴത്തെ റോഡിലേക്ക് വരുന്നത്. അതുവഴി വേറെ ഏതെങ്കിലും വണ്ടി വന്നിരുന്നെങ്കിൽ ഇതിനേക്കാളും വലിയ അപകടം സംഭവിക്കുമായിരുന്നു. ആ കുഞ്ഞിൻ്റെ മരണത്തിനിടവാക്കിയ സംഭവത്തിൽ ബസ്സിൻ്റെ കുഴപ്പമല്ല, ബസ്സിന് ബ്രേക്കുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷേ ഈ മൊബൈൽ ഫോണാണ്. അപ്പോൾ ഈ നല്ലവനായ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തൊക്കെ ശരിയാണ്, പക്ഷെ ഉള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ട് ടി വിയിൽ, എൻ്റെ ഫോണിൽ ഇയാൾ 4 മണി 3 മിനിറ്റിൽ ഇയാളെ പ്രൊഫൈൽ മാറ്റിയിട്ടുണ്ട് അയാൾ. അതേ സമയമാണ് ഈ വീട്ടിൽ നിന്നുള്ള ലൈവ് വീഡിയോയിൽ ഈ വണ്ടിയുടെ ആക്സിഡൻറ്റ് പിടിച്ചത് 4 മണി 3 മിനിറ്റിലാണ്. അപ്പോൾ എത്രത്തോളം കേരളം ഒരു ഇറക്കം ഇറങ്ങിയാണ് കുഞ്ഞുങ്ങളാണ് ഇരിക്കുന്നത്. താൽക്കാലിക സ്കൂളിൻ്റെ സ്ഥിരം ഡ്രൈവറല്ല അയാൾ. മൊബൈൽ എടുക്കുക എന്തിനാണ്? ഞാൻ മോട്ടോർ സൈക്കിളിൽ പോകുമ്പോൾ വാട്സാപ്പ് നോക്കുന്ന ആശാന്മാരുണ്ടല്ലോ, കണ്ടിട്ടില്ലേ? പിന്നെ ഇതിനിടെ കുത്തി കയറ്റി വയ്ക്കുക. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള വണ്ടി ഓടിപ്പ് ഡേഞ്ചറസ് ആണ്. KSRTCയിലെ ഒരു ഉദ്യോഗസ്ഥൻ ഈ അടുത്ത മാധ്യമങ്ങളിലൊന്നൊരു വീഡിയോ ആണ്.
അങ്ങ് താമരശ്ശേരിയിൽ നിന്ന് ഇവിടെ തുടങ്ങിയിട്ട് രാത്രി വരെ, അതായത് പകൽ ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ ഫോൺ സംസാരം. അപ്പോൾ അടുത്തിരിക്കുന്ന ആൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അത് കണ്ടിന്യൂ ചെയ്ത് ഇയാളുടെ പശ്ചാത്തലം ഇരുട്ടായി, രാത്രിയായി. അപ്പോഴും ഇയാൾ ഇതേ സ്വഭാവം കണ്ടിന്യൂ ചെയ്യാണ്. പക്ഷെ പിന്നെ ജോലിക്ക് കയറേണ്ടി വന്നിട്ടില്ല ഇതുവരെ. നിയമം അനുസരിച്ച് 6 മാസത്തേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്താൽ, 6 മാസം ഒന്നും തന്നെ പറയുന്നില്ല, വേണമെങ്കിൽ 9 മാസമോ 10 മാസമോ 12 മാസമോ ആക്കാൻ RTOയ്ക്ക് അധികാരമുണ്ട്. പക്ഷേ ഇവർ തിരിച്ചിത് കിട്ടണമെന്നുണ്ടെങ്കിൽ IDTRൽ അല്ലെങ്കിൽ അതിൻ്റെ സബ് സെൻറ്ററിൽ 5 ദിവസം നീണ്ടുനിൽക്കുന്ന ട്രെയിനിങ്ങിന് പോവുകയും അവിടുന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ടുവന്ന് RTOയ്ക്ക് കൊടുത്താൽ മാത്രമേ ഇത് ലൈസൻസ് പുനഃസ്ഥാപിക്കുകയുള്ളൂ. 5000 രൂപ അടച്ചാൽ പോരാ, ഫൈനുണ്ട്. അതുകൂടാതെ 5 ദിവസം IDTRൽ പോയി താമസിച്ച് നിയമങ്ങളും ട്രാഫിക്കിൻ്റെ പരിഷ്കാരങ്ങളും പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ പങ്കെടുത്തു എന്ന അവിടുത്തെ സർട്ടിഫിക്കറ്റ് വേണം. ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് തന്നാൽ മാത്രമേ ലൈസൻസ് പുനഃസ്ഥാപിക്കൂ. അല്ലാതെ ഇനി എന്ത് പറഞ്ഞാലും പുനഃസ്ഥാപിക്കില്ല. ഇത് ഇപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. 6 മാസമേ ആയിട്ടുള്ളൂ. അതിൽ നിന്ന് ഒരു ഇഞ്ച് മുൻപോട്ട് പോവില്ല. അവർക്ക് എന്തെങ്കിലും എതിരുണ്ടെങ്കിൽ അവർക്ക് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കും. ഒരിക്കലും കോടതി അത് പറയില്ല. ഇത്തരം ഒരു തെറ്റ് ആവർത്തിക്കാൻ ബഹുമാനപ്പെട്ട കോടതി പറയില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് അതൊക്കെ ആദ്യം പറഞ്ഞു നോക്കി. ഞങ്ങൾ കോടതി പോയി പറഞ്ഞാൽ കോടതി പറയും ഇവന് 12 മാസം കഴിഞ്ഞ് കൊടുത്തായെന്ന് പറയും. ഒരു 5 ദിവസം ട്രെയിനിങ് പോരാ, 10 ദിവസം കൊടുക്കാനായിട്ട് കോടതി പറയുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇപ്പം ലൈസൻസ് പോയാൽ തിരിച്ച് കിട്ടൽ എളുപ്പമല്ല. 3 മാസത്തേക്കാണെങ്കിലും 1 മാസത്തേക്കാണെങ്കിലും തിരിച്ച് കിട്ടാൻ എളുപ്പമല്ല. ഈ 5 ദിവസം പോയേ പറ്റൂ, ഇടപ്പാളിൽ പോയേ പറ്റൂ. സാർ, എൻ്റെ പേര് മോഹൻദാസാണ്. അപ്പം കേരളം കണ്ടിട്ടുള്ള മികച്ച ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിമാരിൽ ഒരാളാണ് അദ്ദേഹം. ഈ ഒരു സാഹചര്യത്തിൽ ഈ ട്രാൻസ്പോർട്ട് വകുപ്പ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനായിട്ട് ഞാനൊരു 9 പോയിൻറ്റ്സ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൽ ഒന്നാമത്തത് അപകടങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഈ അപകടങ്ങളെ സംബന്ധിച്ചുള്ള റോഡ് ആക്സിഡൻസിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അത് അപകടങ്ങളെന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള അപകടങ്ങളുണ്ട്. ഒന്ന്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഉണ്ടാകുന്നത്, അതാണ് ശരിക്കും അപകടങ്ങൾ. മറ്റൊന്ന് റാഷ് ആൻഡ് നെഗ്ലിജൻസ് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ. ഇത് രണ്ടും ഒരുപോലെ കരുതുന്നത് ശരിയല്ല. ഇപ്പം ഇദ്ദേഹം തന്നെ പറഞ്ഞു ആദ്യം. അതായത് ഈ റാഷ് ആൻഡ് നെഗ്ലിജൻസ് കൊണ്ടുകൊണ്ടുന്ന അപകടങ്ങൾക്ക് ശരിക്കും 304 ഇട്ട് തന്നെ കേസെടുക്കണം. അത് 304 ഇട്ടിട്ട് അത് മരണം സംഭവിക്കുന്ന കാര്യത്തിലാണ്. ഇപ്പോഴത്തെ പ്രവണത 304 ഇട്ടിട്ട് മാക്സിമം ഒരു 6 മാസത്തെ ശിക്ഷയാണ്, അവർ തടവ് ശിക്ഷയാണ് കിട്ടുക. അത് തന്നെ ഏകദേശം 2 ആഴ്ച കഴിയുമ്പോഴേ അവർ റിമാൻഡ് ചെയ്താൽ പോലും പുറത്തിറങ്ങുന്നു. അപ്പം എല്ലാ ഡ്രൈവർമാർക്കും ഒരു ധാരണയുണ്ട്, ഞാൻ എത്ര നെഗ്ലിജൻസ് ഉപയോഗിച്ചാലും മാക്സിമം എനിക്ക് ഒരാഴ്ച അകത്ത് കിടക്കാം. അതല്ലെങ്കിൽ തന്നെ അവർക്ക് ലീഗൽ എയ്ഡ് നൽകാൻ അവരുടെ അസോസിയേഷനുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റുണ്ട് എന്നൊരു ധാരണയുണ്ട്. അപ്പോൾ അതൊന്ന് പൊളിച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയും എന്ന് എൻ്റെ ഒരു നിരീക്ഷണമാണ്. ഒന്ന്. രണ്ടാമത്തത്, ഇദ്ദേഹം ഈ അടുത്ത കാലത്ത് ഒരു പ്രസ്താവന നടത്തുന്നുണ്ട് ഇൻഷുറൻസിനെ സംബന്ധിച്ച്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ തെറ്റാണെങ്കിൽ എന്നെ തിരുത്തുക. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഞാൻ പത്രത്തിൽ വായിച്ചത്, ഇൻഷുറൻസ് ഒരു കോടതിയുടെ ഉത്തരവ് മൂലം ഇപ്പം KSRTCയുടെ വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് നിലവിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇല്ല, കോടതി ഇങ്ങനെ ഉത്തരവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ അപ്പീൽ പോയിട്ട് എന്തുകൊണ്ട് അത് ഇൻഷുറൻസ് ഏർപ്പെടുത്തിക്കൂടാ? അപ്പം എൻ്റെ ഒരു സജഷൻ, എല്ലാ വാഹനങ്ങൾക്കും ഇൻഷുറൻസ് ഏർപ്പെടുത്താനുള്ള ഒരു നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ ഹമ്പിൾ സജഷൻ. മൂന്നാമത്തത്, അപകടം ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഹൈ വാട്ടിലുള്ള ഹെഡ്ലൈറ്റ്സാണ്. അതും തന്നെ കോടതി 2 തരത്തിൽ പറയുന്നുണ്ട്. ഈ ഹെഡ്ലൈറ്റ്സ് ആവശ്യമാണെന്നും ആവശ്യമില്ല എന്നും 2 തരത്തിലുള്ള വിധി കോടതികളിൽ നിന്നും വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്, കാരണം പ്രത്യേകിച്ച് മഴക്കാലത്ത് രാത്രി സമയത്ത് പെട്ടെന്ന് കണ്ണിൽ ഒരു ഹൈ വാട്ടർ വീഴുമ്പോഴത്തേക്ക് കണ്ണങ്ങ് അടഞ്ഞു പോവുകയാണ്. അപ്പം അപകടം ഉണ്ടാകാനുള്ള സാധ്യത വീണ്ടും വർദ്ധിക്കുന്നു. അപ്പം നിയമങ്ങളിൽ അനുശാസിക്കുന്ന രീതിയിലുള്ള വോൾട്ടേജ് മാത്രമേ ഹെഡ്ലൈറ്റിൽ അനുവദിക്കാൻ പാടുള്ളൂ. മാത്രമല്ല, പണ്ടൊക്കെ ഒരു ബുൾസൈ എന്നും പറഞ്ഞൊരു ഏർപ്പാടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വാഹനങ്ങളിലും ബുൾസൈ ഒരു വാഹനങ്ങളിലും അത് കാണാറില്ല. ബൾബല്ല, അതുകൊണ്ടാണ് ബുൾസൈ വയ്ക്കാത്തത്. ശരി, ഓക്കെ. പിന്നെ ഈ റോഡുകളിൽ കാണപ്പെടുന്ന ഈ കുഴികളാണ്, കുളത്തിന് സമാനമായിട്ടുള്ള കട്ടർ അതന്നെ റോഡ് പോട്ട്സ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് എങ്ങനെ അപകടം ഉണ്ടാക്കുന്നു? നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഓടിച്ചു വരുമ്പം അവിചാരിതമായിട്ട് ആ പോട്ട് കാണുക, പെട്ടെന്ന് റൈറ്റിലോട്ടോ
ചെയ്യുന്നു. അപ്പം ജസ്റ്റ് ബാക്കിൽ വരുന്ന വാഹനങ്ങൾ നന്നായിട്ട് കൊളൈറ്റ് ചെയ്യുന്നു. അപ്പം പരമാവധി ലോക്കലായിട്ടെങ്കിലും താൽക്കാലികമായിട്ട് ആ പോർട്സുകൾ ക്ലിയർ ചെയ്യാനായിട്ടുള്ള സംവിധാനത്തിന് പ്രത്യേകം ശ്രദ്ധ കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ അടുത്ത ഒരു സജഷൻ. പിന്നെ അതുപോലെ ട്രാൻസ്പോർട്ടിന് നഷ്ടം ഉണ്ടാക്കുന്നൊരു സംഭവം എൻ്റെ നിരീക്ഷണത്തിൽ പെട്ടിട്ടുണ്ട് KSRTC വാഹനങ്ങൾക്ക്. കാരണം ചില ഡ്രൈവേഴ്സ് ഈ പ്രൈവറ്റ് വാഹനങ്ങൾ പോകുമ്പോൾ അവരുടെ പിറകെ മാത്രമേ പോകുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. അത് ട്രാൻസ്പോർട്ടിലെ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് നിരീക്ഷിച്ചിട്ട് അവർക്കെതിരെ നടപടിയെടുത്തിട്ട് ട്രാൻസ്പോർട്ടിന് കൂടുതൽ ലാഭം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കുക. അടുത്തത് സാർ, ഈ ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവേഴ്സ്, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, അതിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് ക്രൈംസ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഡ്രൈവേഴ്സ് അതിൽ കാണുന്നുണ്ട്. കാരണം പലപ്പോഴും കുട്ടികളെ തട്ടിക്കൊണ്ട് പോവുക, പിന്നെ നാർക്കോട്ടിക് സബ്സ്റ്റൻസ് കൊണ്ടുപോവുക, ഇതുപോലുള്ള കാര്യങ്ങൾ ഇത് ഈ ഡ്രൈവേഴ്സ് ചെയ്യുന്നുണ്ട്. അവർക്ക് മുമ്പ് കേസുകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ലൈസൻസ് കൊടുക്കുമ്പോഴത്തേക്ക് അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി, ഈ ഇങ്ങനെയുള്ള പബ്ലിക് യൂട്ടിലിറ്റി വെഹിക്കിൾസ് ഉപയോഗിക്കുന്നവർക്ക് അവരുടെ ഇപ്പം നിലവിൽ അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി നോക്കാതെ തന്നെയാണ് അവർക്ക് ലൈസൻസ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ളവർക്ക് പബ്ലിക് യൂട്ടിലിറ്റി വെഹിക്കിൾസ് ഓടിക്കുന്നവർക്ക് അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി കൂടെ ലോക്കൽ പോലീസിനെ കൊണ്ടിട്ട് പരിശോധിപ്പിച്ചിട്ട് അവരുടെ ഒരു ക്ലിയറൻസ് കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ക്രൈംസ് ഒഴിവാക്കാൻ കഴിയും. ഈവൻ റേപ്പ് പോലെ പല കേസിലെ റേപ്പ് കമ്മിറ്റിയുള്ള കേസുകളിൽ പോലും ഇത്തരമുള്ള ക്രിമിനൽസ് വണ്ടി ഓടിച്ചുകൊണ്ട് ഓട്ടോറിക്ഷയിലും ടൂറിസ്റ്റ് ടാക്സിയിലും കൊണ്ടുപോയിട്ട് അവർ ബലിയാടാകുന്നുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ഇത്തരം ഒരു കാര്യത്തിൽ അങ്ങ് പരമാവധി ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ അടുത്തൊരു റിക്വസ്റ്റ്. പിന്നെ ഈ പരസ്യ ബോർഡുകൾ, കാരണം അവരെ വളരെയധികം നമ്മളെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യ ബോർഡുകൾ ഈ വാഹനം ഓടിച്ചു പോകുന്ന ഈ രണ്ട് സൈഡിലും കാണാറുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും, കാരണം പലരുടെയും ശ്രദ്ധ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആ പരസ്യ ബോർഡുകൾ ഒഴിവാക്കാനായിട്ടുള്ള നടപടി സ്വീകരിക്കുക. ലാസ്റ്റ് വൺ ഈ സീബ്ര ക്രോസാണ്. സീബ്ര ക്രോസിനെ സംബന്ധിച്ച് ഡ്രൈവർമാർക്ക് യാതൊരു വിവരവുമില്ല. അത് അത്യാവശ്യ കാര്യത്തിന് പാസഞ്ചേഴ്സിനെ ക്രോസ് ചെയ്യാൻ പോകാനുള്ള ഒരു മീഡിയമാണ് ഈ സീബ്ര ക്രോസ് എന്നുള്ള ഒരു ധാരണ ഡ്രൈവർക്കില്ല. അവിടെ അത്യാവശ്യത്തിന് ഒരു പാസഞ്ചർ വന്ന് നിന്നാൽ പോലും അതിവേഗത്തിൽ ഓടിച്ചു പോവുകയാണ്. അപ്പോൾ അതിനൊരു എൻ്റെ ഒരു സജഷൻ, ഈ സീബ്ര ക്രോസ് ഉള്ള ഭാഗങ്ങളിൽ കഴിയുന്നതും ഒരു CCTV വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ചെയ്യുന്ന അവർക്കെതിരെ നടപടി എടുക്കാൻ കഴിയും. ഇത്രയും എനിക്ക് കൂടുതലുണ്ട്. കൂടുതൽ ഞാൻ ഇദ്ദേഹത്തെ നേരിട്ട് പറയാവുന്നതാണ്. ഇപ്പോൾ വേദിയിൽ ഇത്രയും മതി. ഇത്രയും പേര് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുമ്പോൾ 9 ചോദ്യമാണ് ചോദിച്ചത് ഒറ്റയടിക്ക്. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ നമുക്ക് വാഹനം ഇടിക്കുന്നവരെല്ലാം കൊലക്കേസിൽ പ്രതിയാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത്തരത്തിൽ ഭേദഗതി വേണമെങ്കിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റിലാണ് അത് പാസ്സാക്കേണ്ടത്. നമുക്കതിനുള്ള അധികാരമില്ല. എന്നാലും താങ്കളുടെ ആശയം നല്ലതാണ്. തീരെ ആളെ കൊന്നാലും കുഴപ്പമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആളുകളിൽ മാറുന്ന നല്ലതാണ്. കുറച്ച് ബുദ്ധിമുട്ടിക്കാൻ കഴിയും നമുക്ക്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കൊലപാതക കേസ് പോലെ ചാർജ് ചെയ്യാൻ വിദേശ രാജ്യങ്ങളിലുള്ളതുപോലെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത്തത് താങ്കൾ പറഞ്ഞത് KSRTCയുടെ ഇൻഷുറൻസിൻ്റെ കാര്യമാണ്. ഇൻഷുറൻസിൻ്റെ കാര്യം KSRTC തന്നെ ഒരു അപേക്ഷ കൊടുത്തിട്ടാണ് ബഹുമാനപ്പെട്ട കോടതി ഇത് ചെയ്തത്. അതാണ് 10,000 വണ്ടിയുണ്ട്. എല്ലാത്തിനും കൂടെ ഇൻഷുറൻസ് എടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല. ശമ്പളം തന്നെ ഞങ്ങൾ കൊടുക്കുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഘട്ടം ഘട്ടമായി നമ്മൾ ഇൻഷുറൻസിലേക്ക് വരാം. പക്ഷേ അതിന് താൽക്കാലികമായി കോടതി തന്നിരിക്കുന്ന ഒരു ആശ്വാസമാണ്. അത് ബഹുമാനപ്പെട്ട കോടതിയുടെ ആ ഒരു തീരുമാനത്തിനെതിരെ അപ്പീൽ തൽക്കാലം പോകുന്നില്ല. കാരണം നമുക്കിത് പല വണ്ടികളും സ്ക്രാപ്പ് ചെയ്ത് കളയേണ്ട വണ്ടികളാണ്. പുതിയ വരുന്ന വണ്ടികൾക്ക് മുറയ്ക്കനുസരിച്ച് പഴയ വണ്ടികൾ സ്ക്രാപ്പ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും നമ്മൾ. ഈ ലോക്കലൊക്കെ ഓടുന്ന വണ്ടികളിലാണ് വരുന്നത്. അത് ഒരു പരിധി വരെ പൈസ കൊടുക്കാൻ വേണ്ടി നമ്മൾ സിക്കറ്റിൽ നിന്ന് സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ സെസ് ശരിയായി ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ സെസ്സിനെ ഒരു പ്രത്യേക ഫണ്ടാക്കി മാറ്റിക്കൊണ്ട് ഇത്തരത്തിലുള്ള നഷ്ടപരിഹാരങ്ങൾ കൊടുക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബസ് മറിഞ്ഞ 4 പേർക്കും ഈ സെസ്സിൽ നിന്നും 4 കുടുംബങ്ങൾക്കും 5 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സെസ് കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ല. ഈ സെസ് പണ്ട് ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ആശയമാണ്. സെസ് ടിക്കറ്റിനൊപ്പം സെസ് പിരിക്കുകയും യാത്രക്കാരൻ്റെ സെസ് പിരിക്കുകയും അതൊരു വലിയ സംഖ്യയായി ഒരു സ്ഥലത്ത് സൂക്ഷിക്കുക. അതായത് എല്ലാ വർഷവും ക്യാരി ഓവർ പോകത്തക്ക രീതിയിൽ പ്രത്യേക ഒരു അക്കൗണ്ടിൽ സൂക്ഷിക്കുകയും അതിൽ നിന്ന് നഷ്ടപരിഹാരം റെയിൽവേ കൊടുക്കുന്നില്ല. ഇപ്പോൾ റെയിൽവേയിൽ ഒരു അപകടം സംഭവിച്ച് മരിച്ചാൽ ഇത്ര ലക്ഷം രൂപ എന്നൊരു ഫിക്സഡാണ്. ആ ഫിക്സഡ് എമൗണ്ട് കൊടുക്കാനുള്ളൊരു സംവിധാനമാണ് ഉദ്ദേശിച്ചത്. ഇപ്പം ഈ സെസ്സിൽ നിന്നും പണം ഞങ്ങൾ മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റി അതിൽ നിന്നും നഷ്ടപരിഹാരം കൊടുക്കുന്നു. പിന്നെ മൂന്നാമത് താങ്കൾ പറഞ്ഞത് കുഴി അടയ്ക്കേണ്ട PWD ആണ്. താങ്കൾ പറഞ്ഞതുപോലെ അത്തരം കുഴികൾ, അപകടകരമായ കുഴികൾ കണ്ടാൽ അടയ്ക്കാൻ നമുക്ക് ആവശ്യപ്പെടാം. പക്ഷേ നിങ്ങളൊരു 10-15 കൊല്ലം 10 കൊല്ലം പുറമോട്ട് പോയാൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അന്നത്രയേക്കാൾ എത്രയോ മികച്ച റോഡുകളാണ് ഇന്ന് ഗ്രാമപ്രദേശങ്ങൾ പോലുള്ളത്. നമ്മൾ ഈ കട്ടറുള്ളിടത്ത് മാത്രം പോവുകയും അത് മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നതിനപ്പുറം
ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിൽ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ വന്ന് നോക്കൂ. ഗ്രാമപ്രദേശങ്ങളിലൂടെ പല റോഡുകൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ടാൽ എറണാകുളം വിട്ടില്ല, മലപ്പുറത്ത് പോയി നോക്കൂ. പ്രധാനപ്പെട്ട അല്ലാത്ത റോഡുകൾ പോലും ഇന്ന് അതിൻ്റെ നില മാറിയിട്ടുണ്ട്. മിക്കവാറും റോഡുകൾ BMNBC ആയി മാറിയിട്ടുണ്ട്. പിന്നെ ഈ കുഴി എന്ന് പറയുന്നത് ഈ വാട്ടർ അതോറിറ്റിക്കാർ കുഴിക്കുന്നതാണ്. ഇവിടെ പണി തീരുന്നതിനെ നോക്കിയിരിക്കുകയാണ്, പിറ്റേ ദിവസം കുഴലും കൊണ്ടുവരും അവർ. ഇതൊരു യാഥാർത്ഥ്യമാണ്, നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പം അതിന് മുമ്പ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം തന്നെ, ഒരു സൈറ്റ് ഉണ്ടാക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 3 വകുപ്പുകളും കൂടെ ചേർത്ത് പഞ്ചായത്ത്, വാട്ടർ അതോറിറ്റി, PWD. പഞ്ചായത്തിന് റോഡ് പണിയാൻ പൈസ കിട്ടിയാൽ ഇന്ന റോഡ് ഇത്ര ദിവസം ഇന്നാം തീയതി പണിയാൻ പോവുകയാണെന്നൊരു അതിന് പബ്ലിഷ് ചെയ്യുക. അതിന് മുമ്പേ കുഴിക്കുന്നേ കുഴിച്ചോളാം എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷത്തേക്ക് കുഴിക്കാൻ അനുവാദം തരത്തില്ല എന്നൊരു തീരുമാനം എടുത്താൽ മതി. ഒരു വർഷമെങ്കിലും അത് പൊളിയാ കിടക്കും. ഇതിപ്പം ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വാട്ടർ അതോറിറ്റിക്കാർ തുറക്കാനായിട്ട് വരും. അത് അവർ ഈ 3 ഡിപ്പാർട്ട്മെൻറ്റിന് LSD റോഡ് പണിയുണ്ട്, വാട്ടർ അതോറിറ്റി പൈപ്പ് ഇടുന്നുണ്ട്, പിന്നെ PWD റോഡ് പണിയുന്നുണ്ട്. ഇതൊക്കെ വലിയ കോടിക്കണക്കിന് ചിലവാക്കി പണിയുന്ന റോഡാണ്. പിറ്റേ ദിവസം വെട്ടിപ്പൊട്ടിക്കാൻ വരുമ്പോൾ നാട്ടുകാർക്കും ദേഷ്യമാണ്. ഇതൊരു നാഷണൽ വേസ്റ്റാണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കോർഡിനേഷൻ ഉണ്ടാകാനുള്ള എന്തൊരു സംവിധാനം, സുതാര്യമായൊരു സംവിധാനം. ഇപ്പം എൻ്റെ പഞ്ചായത്തിലെ സെക്രട്ടറിക്ക് ഒരു റോഡ് പണിയണം. അദ്ദേഹം പണിയുന്നതിന് മുമ്പ് സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റി ഒന്ന് കുഴിക്കാനുണ്ട്. വിളിച്ചിട്ട് ഹലോ ഞങ്ങൾ നാളെ ടാർ ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾ കുഴിക്കുന്നതിന് നേരത്തെ കുഴിച്ചോ എന്ന് പറയാനുള്ളൊരു സംവിധാനം. അത് ഈ 3 ഡിപ്പാർട്ട്മെൻറ്റ് പരസ്പരം ഒരു വേദിയിൽ വന്നാൽ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് വരണം. ഇപ്പം ഞാൻ പൈപ്പിടാൻ വരുന്ന ഉദ്യോഗസ്ഥനാണ്, ഈ റോഡ് ഇന്ന ദിവസമാണ്, ഇത്ര വർഷത്തേക്ക് പൊളിക്കാൻ സമ്മതിക്കത്തില്ല, ഇതാ പൊളിച്ച് പണിയാൻ പോവുകയാണ്, ഇന്ന ഡേറ്റിൽ അവർ പണിയും, ആ ഡേറ്റിന് മുമ്പേ ഇനി ഞാൻ കുഴിയിട്ടിച്ച് പൈപ്പിട്ടോണം എന്നും അദ്ദേഹത്തെ ബോധ്യപ്പെടും. ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു നടപടി എടുക്കണം. കാരണം ഇത് കണ്ടിട്ടും മിണ്ടാതിരുന്നിട്ട് പിന്നെ പൈപ്പും കൊണ്ടുവന്നാൽ നടപടി എടുക്കുക എന്നുള്ളത് വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കോർഡിനേഷൻ എപ്പോഴും ഒരു MLA ഒരു മന്ത്രിയോ ഇരുന്ന് നടത്താൻ പറ്റത്തില്ല. ആ ഉദ്യോഗസ്ഥൻ തമ്മിൽ ഓട്ടോമാറ്റിക്കായിട്ടൊരു കോർഡിനേഷൻ ഒരു വെബ്സൈറ്റിന് ഒരു TV കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഉണ്ടായാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. പിന്നെ അടുത്തത് പറഞ്ഞത് ഹെവി ലൈറ്റിൻ്റെയാണ്. ഹെവി ലൈറ്റുകൾ എന്ന് പറയുന്ന പല കമ്പനികളുണ്ട്. ഇപ്പോൾ പഴയ പോലെ ബുൾസൈ ഒന്നും വയ്ക്കാറില്ല, ബൾബല്ല, LED ബൾബാണ് കമ്പനികൾ നിർമ്മിച്ചു വിടുന്നത്. ഇത് കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരത്തോട് വരുന്ന ഡിസൈനാണ് ഈ കമ്പനികൾ വരുന്നത്, ഇൻ്റർനാഷണൽ ഡിസൈൻസാണ്. പക്ഷേ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത് ഫ്രണ്ടിലിരിക്കുന്ന ലൈറ്റ് റിമൂവ് ചെയ്യണമെന്നാണ്, എക്സ്ട്രാ ലൈറ്റുകൾ റിമൂവ് ചെയ്യണമെന്നാണ്. അപ്പോൾ എത്ര തന്നെ പറഞ്ഞിട്ടും ഈ ടൂറിസ്റ്റ് ബസ്സുകളിൽ ഈ ലൈറ്റ് വെച്ച് എന്തുകൊണ്ടാണെന്ന് കൂടി ഞാൻ പറഞ്ഞത്, അതൊരു ടെക്നിക്കൽ കാര്യമുണ്ട്. ഈ ടൂറിസ്റ്റ് ബസ്സുകളുടെ ഉള്ളിൽ ഈ ഫ്ലാഷ് ചെയ്യുന്ന ലൈറ്റുകളുണ്ട്. കുഞ്ഞുങ്ങളെ കൊണ്ട് ടൂർ പോകുമ്പോൾ ഇങ്ങനെ ഫ്ലാഷ് ചെയ്യുന്ന ലൈറ്റുണ്ട്. ഇത് ഒഴിവാക്കണം എന്ന് പറയാൻ പറ്റില്ല. കുഞ്ഞുങ്ങളൊരു യാത്ര പോകുമ്പോൾ, ടൂർ പോകുമ്പോൾ അവരുടെ ഒരു ആസ്വാദനം എന്ന് പറയുന്ന ഈ ലൈറ്റും പാട്ടുമൊക്കെയാണ്. അതിലങ്ങോട്ട് കയറി പിടിച്ചിട്ട് ഗതാഗത വകുപ്പ് മന്ത്രിയും ഗതാഗത വകുപ്പും കുഞ്ഞുങ്ങളെ ജീവിതം മോണോട്ടണസ് ആക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഡ്രൈവറുടെയും പാസഞ്ചറുടെയും ഒരു തിക്ക് കർട്ടൻ പ്രൊവൈഡ് ചെയ്യാൻ പോവാൻ, അതായത് സെപ്പറേഷൻ കൊടുക്കണമെന്നുണ്ടായിരുന്നു, പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സെപ്പറേഷന് വേറൊരു അപകടമുണ്ട്. ഈ സെപ്പറേഷനുള്ള വണ്ടി മറിയുകയോ മറ്റോ ചെയ്താൽ എമർജൻസി എക്സിറ്റുകൾ കൂടുതൽ എക്സിറ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ മറഞ്ഞു പോകും. അതുകൊണ്ട് ഫിക്സഡായിട്ട് പറയുന്നില്ല, ഒരു തിക്ക് കർട്ടൻ പ്രൊവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ അകത്തെ ഫ്ലാഷി ലൈറ്റ് വരുമ്പോൾ ഈ ഡ്രൈവർ ഒരു വളഞ്ഞ കണ്ണാടിയാണിത്. ഇതിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഡ്രൈവർക്ക് റോഡിൻ്റെ വിഷൻ കറക്റ്റ് ആയിരിക്കില്ല. കാരണം എല്ലാ റോഡിലും സ്ട്രീറ്റ് ലൈറ്റിലില്ലല്ലോ. അപ്പോൾ ഈ ഫ്ലാഷ് ലൈറ്റ് അകത്ത് അടിക്കുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ ഈ ഗ്ലാസ്സിൽ വരികയും ഡ്രൈവറുടെ വിഷൻ കട്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഈ കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ ഈ ഫ്ലാഷ് ലൈറ്റ് അങ്ങോട്ട് അടിക്കില്ല. അവിടെ വിഷൻ കട്ടാവാതിരിക്കാനാണ് ഇവർ LED ലൈറ്റുകൾ വയ്ക്കുന്നത് പുറത്തേക്ക് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ LED ലൈറ്റുകളെല്ലാം റിമൂവ് ചെയ്യാൻ ബഹുമാനപ്പെട്ട കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശം കൊടുത്തു. പല ഉദ്യോഗസ്ഥന്മാരും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വണ്ടിയിൽ ഉപയോഗിച്ച ക്യാമറയിൽ ഇത് നോട്ട് ചെയ്യുന്നു. ഇപ്പോൾ KL-16 വണ്ടിയിൽ ലൈറ്റ് വെച്ചെന്ന് കണ്ടാൽ കാണാമല്ലോ, നമുക്ക് ലൈറ്റ് ഇങ്ങനെ വെച്ചേക്കുന്നത് എക്സ്ട്രാ ലൈറ്റ്, ഹെഡ് ലൈറ്റേ പാടുള്ളൂ. ഹൈക്കോടതി പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഹെഡ് ലൈറ്റേ പാടുള്ളൂ. അഡീഷണലായി വെച്ചെന്ന് കണ്ടാൽ KL-16 ചുമതല വഹിക്കുന്ന ജോയിൻറ്റ് RTOയ്ക്ക് ഉടൻ തന്നെ മെമ്മോ കിട്ടും. ഏതാ ബസ്സുകാരനൊന്നും കുഴപ്പമില്ല, ഈ ഉദ്യോഗസ്ഥന് മെമ്മോ കിട്ടും. അപ്പോൾ ഇത് ഒന്നും പേടിക്കണ്ട, ഒരു 5-6 മെമ്മോ കഴിയുമ്പോൾ ഒരു 2 മാസത്തിനുള്ളിൽ ഇതെല്ലാം ഹൈക്കോടതി ഉത്തരവ് കൃത്യമായി നടപ്പിലായിരിക്കും. ഒരു സംശയവും വേണ്ട. അത് ഇളക്കി മാറ്റും. ആർക്ക് കിട്ടണം? ഉദ്യോഗസ്ഥന് മെമ്മോ കിട്ടണം. പല പ്രാവശ്യം പറഞ്ഞു, എല്ലാ ആഴ്ചയിലും മീറ്റിംഗ് ഉണ്ട്. ഓൺലൈൻ മീറ്റിങ്ങിൽ ഞാൻ പറയാറുണ്ട്, റിമൂവ് ചെയ്യുക, ഹൈക്കോടതി ഉത്തരവാണ്, റിമൂവ് ചെയ്യുക എന്ന് പറയാറുണ്ട്. കേൾക്കില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇനിയിപ്പോൾ കാണുന്ന നിങ്ങൾ കാണുന്ന ഞാനൊരു വണ്ടി കണ്ടാൽ ആ വണ്ടി നോട്ട് ചെയ്യുക, ആ RTOയ്ക്ക് മെമ്മോ കൊടുക്കുക. അപ്പോൾ ഇത് ഒരു 2-3 ആഴ്ചയ്ക്കാണ് ഇത് മുഴുവൻ അഴിഞ്ഞു പോരും. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ എല്ലാവരും കൂടി നമുക്ക് ഒഴിവാക്കുന്നത്. ലൈസൻസ് കൊടുക്കുന്ന ചെറിയ പ്രായത്തിലാണ്, 18 വയസ്സിലാണ്. അപ്പോൾ പലർക്കും ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാവില്ല. പിന്നെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ആദ്യ ഘട്ടം എന്ന നിലയിൽ പ്രൈവറ്റ് ബസ്സിൻ്റെ ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, ക്ലീനർമാർ അവരെ സംഘടനയായി സംസാരിച്ചിട്ടുണ്ട്. കർശനമായി അവർ ജോലിക്ക് വയ്ക്കുമ്പോൾ അവർ ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി RTOയെ ബോധ്യപ്പെടുത്തണം എന്ന് പുതിയ പദ്ധതി വന്നിട്ടുണ്ട്. അത് നടപ്പിൽ വരുന്നതോടെ, കാരണം നമ്മൾ ബസ്സിൽ കയറുന്ന പല കുഞ്ഞുങ്ങളും, പ്രത്യേകിച്ച് സ്ത്രീകൾ
+2-നൊക്കെ പഠിക്കുന്ന കുഞ്ഞ് പെൺമക്കൾ ഇവരൊക്കെ ചില സ്ഥലത്ത് ഡിസ്റ്റർബ് ചെയ്യപ്പെടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം ക്രിമിനൽ, ഇന്നലെ തന്നെ നമ്മൾ ടി വിയിൽ കണ്ടു, രാത്രി കോട്ടയത്ത് 2 കൂട്ടർ തമ്മിൽ അടിയാണ്, എറണാകുളത്തെ കോട്ടയത്ത് ഇവിടെ, കാരണം പ്രൈവറ്റ് ബസ് ഡ്രൈവർമാർ തമ്മിലാണ് അടി. അപ്പോൾ അതിൽ പലരെയും ഈ മത്സര ഓട്ടത്തിനും ഗുണ്ടായുസത്തിനും വേണ്ടി പല ആളുകളെയും ഉടമസ്ഥന്മാർ വെച്ചിട്ടുണ്ട്. അതിൽ സർക്കാരിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇത് കർശനമായി നടപ്പിലാക്കും. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു ഡ്രൈവറെയും കണ്ടക്ടറെയും ക്ലീനറെയും പ്രൈവറ്റ് ബസ്സുകളിൽ അനുവദിക്കില്ല. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ, സ്ത്രീകളും ചില സന്ദർഭങ്ങളിൽ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യപ്പെടുന്നുണ്ട്. പലരും മിണ്ടാതെ പോവുകയാണ്. ഒരു കുഞ്ഞെനിക്ക് അയച്ച ഒരു വീഡിയോ, ഒരു ഓഡിയോ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ ഡ്രൈവറെ പിടിക്കുകയും ലൈസൻസും വണ്ടിയും പിടിച്ചിടുകയും അതിനുശേഷം ഈ കുഞ്ഞുങ്ങൾ ഒരു 5-6 കുഞ്ഞുങ്ങളുണ്ട്, അവർ പഠിക്കുന്ന സ്കൂളിലേക്ക് ഡ്രൈവറെ വിട്ട് RTOയുടെ മുന്നിൽ വെച്ച് അവരോട് ഖേദം പ്രകടിപ്പിച്ചതിന് ശേഷമേ വണ്ടി വിട്ടുകൊടുത്തുള്ളൂ. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. അവർ കുഞ്ഞെനിക്ക് അയച്ച ഒരു ഓഡിയോ ആണ്. അതിൽ ആ കുഞ്ഞ് അതെല്ലാം വിശദമായി പറയുന്നുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി ആ കുഞ്ഞുങ്ങളോട് ആ ഡ്രൈവറെ കൊണ്ട് ഖേദം പ്രകടിപ്പിച്ചിട്ടേ വിട്ടുള്ളൂ. അവൻ 500 രൂപ അടിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. അവൻ അറിയണം മേലിൽ ഈ കുഞ്ഞുങ്ങളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറാൻ പാടില്ല. പരസ്യ ബോർഡൊക്കെ അവിടെ പഞ്ചായത്തിൽ വെച്ച് പൈസ കിട്ടുന്നില്ല, അവിടെ ഇരുന്നോട്ട് നമ്മളതിലോട്ട് നോക്കായിരുന്നാൽ മതി. എല്ലാം കൂടി നാട്ടിൽ ശരിയാക്കാൻ പറ്റില്ലല്ലോ. പരസ്യ ബോർഡ് വയ്ക്കുന്നവർക്കും തൊഴിൽക്കിടക്കാർക്കും ഒക്കെ ജീവിക്കണ്ടേ. പിന്നെ അവരും ശ്രദ്ധിക്കുക നല്ല ബോർഡ് വയ്ക്കാനായിട്ട്. പിന്നെ നമ്മളത് എല്ലാത്തിലും കയറി കൈ വയ്ക്കണ്ട. സാർ ഇതൊന്ന് ചോദിച്ചോട്ടെ. എൻ്റെ പേര് മിന്നാരഞ്ജിത്ത് എന്നാണ്. ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ബസ്സിലൊക്കെ സീറ്റ് ബെൽറ്റ് വെക്കുന്ന കാര്യങ്ങൾ എല്ലാവരും ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ സ്കൂൾ ബസ്സുകളിൽ കുറേ കുട്ടികളായിട്ട് ഭയങ്കര തിരക്കായിട്ടാണ് പോകുന്നത്. കുട്ടികളുടെ ആ ഒരു സീറ്റിൻ്റെ എണ്ണം വെച്ചിട്ടല്ല, സീറ്റ് ബെൽറ്റും കൂടെ ഇല്ലാതെ വരുമ്പോൾ കുട്ടികളുടെ സുരക്ഷയ്ക്കും നമുക്ക് വില കൊടുക്കണ്ടേ സാർ? മക്കളെ, എല്ലാ സീറ്റിലും സീറ്റ് ബെൽറ്റ് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. കാരണം KSRTCയുടെ പുതിയ വന്ന പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ വെച്ചു. നമ്മളങ്ങനെ അവിടെയും ആ സീറ്റൊന്നും ബെൽറ്റിടാൻ നിർബന്ധിക്കണമെന്ന് നിയമത്തിൽ പറയുന്നില്ല. എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇരുന്ന് ഉറങ്ങാൻ വേണ്ടി ചെയ്തതാണ്. പിന്നെ സ്കൂൾ ബസ്സുകൾ മക്കളെന്താ ഈ സീറ്റിൽ മാത്രമേ ബെൽറ്റ് വയ്ക്കാൻ നോക്കൂ. കുറച്ച് കുട്ടികൾ നിന്നുമൊക്കെ പോവും. കാരണം ഈ സ്കൂൾ ബസ് എന്ന് പറയുന്നത് വളരെ ലാഭത്തിൽ നടത്തുന്ന ഒരു സാധനമല്ല. പലപ്പോഴും അധ്യാപകർ അവരെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തിട്ടും മാനേജർ പൈസ കൊടുത്തിട്ടും ഒക്കെയാണ് സ്കൂൾ ബസ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് സുരക്ഷിതമായി ഓടിക്കുകയും ഈ സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് ഒരു പ്രത്യേക ട്രെയിനിങ് കൊടുക്കാനും അവരെ ഈ പറഞ്ഞതുപോലെ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ഒഴിവാക്കാനും ഈ പ്രൈവറ്റ് ബസ്സിനൊപ്പം അതിൽ നിർബന്ധം ഉണ്ടാക്കും. എല്ലാ സ്കൂൾ ബസ്സിൻ്റെ ഉള്ളിലും ക്യാമറ വയ്ക്കാൻ അങ്കിൾ ആഗ്രഹിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവനുസരിച്ച് പ്രൈവറ്റ് ബസ്സികളിലും KSRTC ബസ്സുകളിലും അടിയന്തരമായി ക്യാമറ ഏപ്രിൽ മാസമേ ക്യാമറ വയ്ക്കും. അതോടൊപ്പം കുഞ്ഞുങ്ങൾ പറഞ്ഞ നിങ്ങളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ബസ്സിനകത്തേക്കും പുറത്തേക്കും ബാക്കിലേക്കും മിനിമം 3 ക്യാമറയെങ്കിലും വയ്ക്കുകയും അത് അധ്യാപകരുടെ ഒരു മോണിറ്ററിൽ വരത്തക്ക രീതിയിൽ അവരെ ഫോണിലേക്ക് കണക്ഷൻ കൊടുക്കാനുള്ള സംവിധാനം ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് ചെയ്യാം മക്കളെ. താങ്ക് യു സർ. ശരി. ഞാൻ അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ നായരാണ്. EMB ആക്ട് അമെൻഡ് ചെയ്തത് ഇന്ന് ഫ്രീസിൽ വച്ചിരിക്കുകയാണ്. എക്സാമ്പിൾ സെക്ഷൻ 106 ഹിറ്റ് ആൻഡ് റണ്ണ്. ഇന്ന് മദ്യപിച്ച് വണ്ടി ഓടിച്ചിട്ട് ആക്സിഡൻ്റ് ആയാൽ ഉടനെ ഡ്രൈവറെ ഇറങ്ങി ഓടുകയാണ്. പിറ്റേ ദിവസം കുളിച്ച് കുട്ടപ്പനായിട്ട് പോലീസ് സ്റ്റേഷനിലോ ആശുപത്രിയിലൊന്നും പോയില്ല, വന്ന് എസ്കേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ വേറെ ആളായിരിക്കും വരുന്നത്. അതെ. പിന്നെ ആക്സിഡൻറ്റ് പ്രോൺ ഏരിയാസ് വെള്ളയമ്പലം പിന്നെ കവട റോഡിൽ കഴിഞ്ഞ മാസം തന്നെ 10 കൂടുതൽ അപകടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ആക്സിഡൻറ്റ് പ്രോൺ ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ റോഡുകളൊന്നും റീകൺസ്ട്രക്ട് ചെയ്യാനോ റീബിൽഡ് ചെയ്യാനുള്ള യാതൊരു ശ്രമവും ഇവിടെ നടക്കുന്നില്ല. വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ദശാബ്ദങ്ങൾക്ക് മുമ്പെയാണ് KSRTCയിലെ പെൻഷൻകാർ അവരുടെ പെൻഷൻ ഇതുവരെ റീവൈസ് ചെയ്തിട്ടില്ല. 10 വർഷത്തിന് ഇവർ പകുതി കൂടുതൽ ആൾക്കാർ മരിച്ചു പോകും, ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. ഇന്ന് അവരുടെ അവസ്ഥയും പരമദയനീയമാണ്. അത് അവരുടെ പെൻഷന് ഈ 2025 ഒന്ന് പുതുക്കി റിവൈസ് ചെയ്യാനുള്ള നടപടി എടുക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. സാർ പറഞ്ഞ 2 കാര്യങ്ങൾ, ഹിറ്റ് ആൻഡ് റണ്ണൊക്കെ പിടിക്കാൻ ഇപ്പോൾ പോലീസിന് കഴിയുന്നത് ഈ ക്യാമറ വെച്ചിട്ടാണ്. പിന്നെ പലപ്പോഴും ഈ ഇടിച്ചിട്ട് പോകുന്ന ആളുകൾ പിറ്റേ ദിവസം മദ്യപിച്ചൊക്കെ വണ്ടി ഓടിക്കുന്ന പിറ്റേ ദിവസം രാവിലെ പ്രത്യക്ഷപ്പെടുന്ന വേറൊരാളായിരിക്കും. ഈ അടുത്ത കാലത്ത് ഞാൻ പാലക്കാടേക്ക് പോകുന്ന സമയത്ത് പോലീസ് വെഹിക്കിളും ഉണ്ടായിരുന്നു. ഇതിനെ ഇടതുവശത്തു കൂടി ഒരു കള്ള് കൊണ്ടുപോകുന്ന വണ്ടി ഓവർടേക്ക് ചെയ്യാൻ ഒരു പ്രാവശ്യം ഓവർടേക്ക് ചെയ്തു. പിന്നെ വീണ്ടും ടോളിലെത്തുമ്പോൾ നമ്മളും സ്ലോ ആയി, അവരും സ്ലോ ആയി. ടോൾ കഴിഞ്ഞ് വീണ്ടും ലെഫ്റ്റിലൂടെ തന്നെ വീണ്ടും ഓവർടേക്ക് ചെയ്യാണ്. പക്ഷേ രാത്രിയായിരുന്നു. പക്ഷേ സ്നേഹപൂർവ്വം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു. പിറ്റേ ദിവസം ഈ വണ്ടി കോട്ടയത്ത് വെച്ച് പിടിച്ചു. അപ്പോൾ ഡ്രൈവറെ കൊണ്ടുവന്നു. ഡ്രൈവറെ ലൈസൻസ് പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ഫോട്ടോ അയച്ചു തരാണ്. സാർ ഇതാണ് ഡ്രൈവർ. ഞാൻ പറഞ്ഞു ഇതല്ല ഡ്രൈവർ. ഞാൻ വീഡിയോ എടുത്ത ഡ്രൈവർക്ക് താടി ഉണ്ടായിരുന്നു, മറ്റേ ആൾക്ക് താടിയില്ല.
അപ്പോൾ എന്താ പറ്റി? അപ്പോൾ ഒറിജിനൽ ആളെ കൊണ്ടുവരാൻ പറഞ്ഞു. അല്ല, വീഡിയോ എടുത്ത ആളിന് താടി ഇല്ലായിരുന്നു, കൊണ്ടുവന്ന ആൾ ചെറുപ്പക്കാരനായ താടി വെച്ച ഒരാളാണ്. ഞാൻ പറഞ്ഞു താടി ഇല്ലാത്ത ആളാണ് വണ്ടി ഓടിച്ച് വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആളെ കൊണ്ടുവന്നപ്പോൾ ഇയാളെ മാറ്റി നിർത്തിയിട്ട് വേറൊരാളെ കൊണ്ടുവന്നിട്ട് ആ ലൈസൻസ് റദ്ദാക്കുന്ന അവൻ്റെ തലയിൽ വെച്ച് കൊടുത്തിട്ട് മറ്റേ ആൾ നാളെയും അദ്ദേഹം പറഞ്ഞ പോലെ ഇതേ ഒഫൻസ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ സ്ട്രിക്റ്റ് ആവുകയും കഴിയുന്നിടത്തോളം ഈ ക്യാമറ ഉപയോഗിക്കാൻ നമുക്ക് എവിഡൻസും കിട്ടും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഭാര്യ അടൂരേക്ക് ഒരു ആളെ ഹോസ്പിറ്റലിൽ കാണാൻ വേണ്ടി പോകുമ്പോൾ 2 ചെറുപ്പക്കാർ ഹെൽമെറ്റ് ഇല്ലാതെ ഇടതുവശത്തൂടെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവർ ചോദിച്ച് ഹെൽമെറ്റ് ഇല്ലല്ലോ എന്ന് ചോദിച്ചു ഒരു തമാശയ്ക്ക്. അപ്പോൾ അവൻ വണ്ടിയുടെ അടുത്ത് വന്നു, കണ്ണാടി ഇതാക്കാൻ പറഞ്ഞു. കണ്ണാടിക്കകത്ത് ഈ പയ്യന്മാർ കൊച്ചു മക്കളെ പ്രായമുള്ള പിള്ളേരാ. എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. അല്ല, ഹെൽമെറ്റ് ഇല്ലല്ലോ എന്ന് ചോദിച്ചാണെന്ന് പറഞ്ഞു. 2 പേർക്കും ഹെൽമെറ്റ് ഇല്ല. എന്നിട്ട് നേരെ ഫ്രണ്ടിൽ കയറുകയാണ് ഈ വണ്ടി. ഫ്രണ്ടിൽ കയറിയിട്ട് ഡ്രൈവർ അടുത്ത് വരികയാണ്. ഡ്രൈവറോട് ചോദിച്ചു എന്താ പറയുന്നതെന്ന് ചോദിച്ചു. ഡ്രൈവർ പറഞ്ഞു നിങ്ങൾ ഹെൽമെറ്റ് വെച്ചില്ല എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഫ്രണ്ടിലോട്ട് കയറുകയും അസഭ്യപരമായ ആംഗ്യം കാണിച്ചുകൊണ്ട് 2 സർക്കസ് കാണിച്ചിട്ട് അങ്ങ് പോവുകയും ചെയ്തു. ഇതൊക്കെ വീഡിയോയിൽ പകർത്തി വെച്ചാൽ നടപടിയെടുത്ത് തന്നെയാവും. കാരണം അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ശരിയാണോ? നമ്മൾ യുവാക്കളും ട്രാഫിക് നിയമങ്ങൾ എന്നുള്ള ചർച്ചയിൽ പങ്കെടുക്കണം. പിന്നെ അദ്ദേഹം പെൻഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. പെൻഷനേഴ്സിൻ്റെ ഒരു സമരം നടക്കുന്നുണ്ട്. അവരുമായി ചർച്ച ചെയ്തു, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അവരെ ചർച്ച ചെയ്തു. അപ്പോൾ താങ്കൾ മനസ്സിലാക്കേണ്ടത് KSRTC പെൻഷൻ കഴിഞ്ഞ 8 വർഷമായി ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 10,000 കോടി രൂപയാണ്, അതിനു മുമ്പ് 10,000 കോടി രൂപയാണ് KSRTC കൊടുത്തിട്ടുള്ളത് ഈ ഗവൺമെൻറ്. അതിൽ പെൻഷനാണ്. പെൻഷൻ കൊടുക്കുന്നത് KSRTC നേരിട്ടല്ല, ഗവൺമെൻറ് ധനകാര്യ സ്ഥാപനങ്ങൾ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് ലോൺ എടുക്കുകയും ഏതാണ്ട് 9.5% പലിശയ്ക്ക് ലോൺ എടുത്തിട്ട് എല്ലാ മാസവും ഈ ബാങ്കുകൾ വഴിയാണ് കൊടുക്കുന്നത്. എല്ലാ വർഷത്തിൻ്റെ അവസാനമാകുമ്പോൾ പലിശ സഹിതം ധനകാര്യ വകുപ്പ് ഇത് അടച്ചുകൊണ്ടിരിക്കുകയാണ് കോപ്പറേറ്റീവ് ബാങ്കുകളിലേക്ക്. ഈ അടുത്ത പുതിയ എഗ്രിമെൻറ്റും പുതുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവർ ചില അനോമലി പരിഹരിക്കുന്നതിന് വേണ്ടി സമരം നടത്തുന്ന പെൻഷനേഴ്സ് പറയുന്നത് 8.5 കോടി രൂപ വേണം എന്നാണ് പറയുന്നത്. അവർക്ക് അധിക ചിലവായി വേണം എന്നാണ് പറയുന്നത്. ഇത് അവരുടെ പരാതി പരിഹരിക്കാൻ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പക്ഷേ KSRTCയുടെ നിലവിലുള്ള കണക്കനുസരിച്ച് KSRTCയുടെ മുൻ CMD ആയ ശ്രീ ബിജു പ്രഭാകരൻ അദ്ദേഹത്തിൻ്റെ ഒരു കാൽക്കുലേഷനിൽ അദ്ദേഹം 19 കോടി രൂപ വേണമെന്നാണ് പറയുന്നത്. പക്ഷേ 19 കോടിയുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഓക്കെ എന്ന് സമ്മതിക്കാൻ ഗതാഗത മന്ത്രിക്ക് കഴിയില്ല. അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ധനകാര്യ വകുപ്പിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അതിൻ്റെതായ പ്രോപ്പർ വേയിൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റൂ. അല്ലാതെ 19 കോടി രൂപ കൊടുക്കാമെന്ന് പറയാൻ KSRTCക്ക് 19 കോടി കൊടുക്കാനില്ല. കാരണം വലിയ കടം തന്നെയാണ്. KSRTCക്ക് ഒരു ദിവസം കൊണ്ടായ കടമല്ല, 10-40 വർഷം കൊണ്ടുണ്ടായ KSRTCയുടെ വളരെ കൂടിയ കടമാണ്. ആ കടം പരിഹരിക്കാതെ ഒരു മന്ത്രി എന്ന നിലയിൽ ശരി അവർക്ക് ഒരു 19 കോടി അല്ലെങ്കിൽ 8 കോടി അവർ പറയുന്ന 8 കോടി കൂട്ടിക്കൊടുക്കാമെന്ന് പ്രഖ്യാപിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഗതാഗത മന്ത്രി കഴിയത്തില്ല. അത് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയെ കൊണ്ടുവന്ന് അദ്ദേഹം അതിനകത്ത് ധനകാര്യ വകുപ്പുമായിട്ടൊക്കെ ഒരു ചർച്ച ചെയ്യാതെ ഗവൺമെൻറ്റിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെ നമുക്ക് അക്കാര്യത്തിൽ ഒരു മറുപടി പറയാൻ പറ്റത്തില്ല. സർ നമസ്കാരം, എൻ്റെ പേര് സുധീർ ചടയമംഗലം. ഞാൻ ഡോൺബറി ക്രിയേഷൻസ് ആൻഡ് കൺസൾട്ടൻസി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. എനിക്ക് ചോദിക്കാനുള്ളത് ഈ കേരളത്തിലെ പുരോഗമനപരമായ ഒരുപാട് ആശയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു മന്ത്രിയാണ് താങ്കൾ. തീർച്ചയായിട്ടും. പക്ഷേ എല്ലാ മന്ത്രിമാരിൽ നിന്നും വ്യത്യസ്തമായി തൻ്റെ സ്വന്തം വകുപ്പിൽ നിന്നും തൻ്റെ കീഴിലുള്ള പ്രവർത്തകരിൽ നിന്നും ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും പ്രവർത്തനങ്ങളിൽ എതിരും നേരിടുന്ന ദൗർഭാഗ്യവശാൽ അങ്ങനെയുള്ള ഒരു മന്ത്രിയാണ് താങ്കൾ എന്ന് ഖേദപൂർവ്വം എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നുള്ളത് ഞാൻ പറയുകയാണ്. പിന്നെ ഈ KSRTCയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലെങ്കിൽ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ഒരു പ്രത്യേകമായ ഒരു പ്രിവിലേജ് ഉണ്ട് എന്നുള്ളൊരു ധാരണ അവർക്കുണ്ട്. ഈ റോഡുകളിൽ ഏത് വാഹനം ഓടിക്കുന്ന സാധാരണക്കാരോട് ചോദിച്ചിരുന്നാലും അവരുടെ വണ്ടി വരുമ്പോൾ അവർക്ക് എന്തോ ഒരു പ്രിവിലേജ് ഉണ്ടെന്നുള്ളൊരു ധാരണയിലാണ് വണ്ടി ഓടിക്കുന്നതും മറ്റ് വണ്ടി ഓടിക്കുന്ന ആൾക്കാരുമായിട്ടും പെരുമാറുന്നതുമായിട്ടുള്ള ഒരു രീതിയുള്ളത്. അത് അവരെ ഒന്ന് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് പറഞ്ഞത്. സാറ് പറഞ്ഞു കുറേ പുതിയ പരിപാടികൾ നടപ്പിലാക്കി, ഡ്രൈവിംഗ് സ്കൂളുകളൊക്കെ നടപ്പിലാക്കി, അത് ഒരുപാട് പുരോഗമനപരമായിട്ടാണ് മുൻപോട്ട് പോകുന്നതെന്ന്. കേരളത്തിൻ്റെ എല്ലാ ഗ്രാമങ്ങളിലും അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി മുമ്പോട്ട് പോകുവാൻ താങ്കൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ തിരുവനന്തപുരം തന്നെ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ് പാർക്കിംഗ് അസൗകര്യം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഓഫീസും ഹൗസിംഗ് ബോർഡ് ജംഗ്ഷനിലാണ്. പക്ഷേ ഒരു ദിവസം വന്നിരുന്നാൽ പോലും അവിടെ പാർക്ക് ചെയ്യാൻ നിവർത്തിയില്ല. നമുക്ക് മ്യൂസിയത്തിലോ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്തൊന്ന് പോകണമെന്ന് വെച്ചാൽ വളരെ തുച്ഛമായ ഒരു സ്ഥലം മാത്രമാണ് ഒരു പാർക്കിംഗ് ഏരിയ ഉള്ളത്. എല്ലാ ദിവസവും മിക്കവാറും ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും ഈ പെറ്റി എവിടെയെങ്കിലും പാർക്ക് ചെയ്യുന്നതിൻ്റെ പേരിൽ കിട്ടുന്നുണ്ട്.
കാരണം നമ്മുടെ സൗകര്യം നോക്കിയതിന് ശേഷം നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയി പാർക്ക് ചെയ്യാതെ പറ്റാത്തത് കൊണ്ട് 250 രൂപ പെറ്റി കിട്ടിയിരുന്നാലും കുഴപ്പമില്ല, പാർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിനകത്ത് പാർക്ക് ചെയ്തിട്ടാണ് കൂടുതൽ ആൾക്കാരും പോകുന്നത്. ആ ഒരു സ്ഥലത്ത് റൈറ്റ് സൈഡിൽ മാത്രമേ പാർക്കിംഗ് ഉള്ളൂ, ലെഫ്റ്റ് സൈഡിൽ പാർക്കിംഗ് ഇല്ല എന്ന് പറയുന്ന ചില സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഈ റൈറ്റ് സൈഡിൽ പല സ്ഥലത്തും അനധികൃതമായ പല പരിപാടികളും നടക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ഓഫീസിൻ്റെ തൊട്ട് മുമ്പിൽ പോലും രാവിലെ 2 ഓട്ടോക്കാർ ഇങ്ങനെ ഓട്ടോ തൊഴിലാളികൾ വന്നതിന് ശേഷം ആ കുറേ ഭാഗങ്ങൾ ആദ്യമേ തന്നെ കുറേ ബൈക്കുകളോ അല്ലെങ്കിൽ ഓട്ടോയുടെ അവരെ ചിങ്കിടിയുടെ കുറേ കാര്യങ്ങൾ കൊണ്ടുവന്ന് അവരങ്ങ് ബ്ലോക്ക് ചെയ്തില്ലാണ്. എന്നിട്ട് വരുന്ന ഓട്ടോകളെല്ലാം അവിടെ ഇട്ട് ആ റോഡ് സൈഡിൽ തന്നെ ഇട്ടാണ് പണിയുന്നത്. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പലതും ഇതേപോലെ രാവിലെ വന്നിട്ട് പലപ്പോഴും ഓഫീസിൽ കയറിയിട്ട് അത്യാവശ്യമുള്ളതുകൊണ്ട് ആ എതിർ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്തിട്ടാണ് വരുന്നത്. വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നേരെ മൊബൈലിൽ മെസ്സേജ് വരും, നിങ്ങളുടെ ഇന്ന് ചെല്ലാൻ ഒരെണ്ണം വന്നിട്ടുണ്ട് എന്നുള്ളതിന്. അപ്പോൾ ഇതൊന്നും നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഇല്ലാതിരിക്കുന്നു. ഇവിടെ തന്നെ ഇപ്പോൾ ഈ പരിപാടിക്ക് വരുന്ന അവർ തന്നെ വൈകുന്നേരത്ത് വരുന്ന ആൾക്കാർക്ക് തന്നെ ഈ പരിപാടിക്ക് എവിടെയെങ്കിലും വളരെ തുച്ഛമായ സ്ഥലം മാത്രമാണ് പാർക്കിങ്ങിനുള്ളത്. അവർക്ക് വണ്ടി പാർക്ക് ചെയ്ത് ഒരുപാട് സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഓട്ടോയിൽ വിളിച്ച് പല സ്ഥലങ്ങളിലും പോകേണ്ടുള്ള ഒരവസ്ഥയാണ് വേണ്ടത്. അപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൊക്കെ പല പാർക്കിംഗ് സൗകര്യങ്ങളുമുണ്ട്. എപ്പോഴും സാർ ഒന്ന് നോക്കിയാൽ മതി, ഒരു 10 മണി അതിന് മുമ്പേ തന്നെ ഹൗസ്ഫുൾ ബോർഡ് അവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പിന്നെ അവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണുള്ളത്. അപ്പോൾ വളരെ വലിയ ഒരു ബുദ്ധിമുട്ടാണ് ഈ പാർക്കിംഗ് സൗകര്യത്തിൽ അനുഭവിക്കുന്നത്. അപ്പോൾ അതിന് ഉള്ള ഒരു പരിഹാര മാർഗം താങ്കളെ ഉണ്ടാക്കിത്തരാൻ ഉള്ള ഒരു പരിശ്രമമെങ്കിലും താങ്കളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. താങ്കളുടെ പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ വീണ്ടും തുടരട്ടെ. ഏതൊക്കെ ഈ ഏറ്റവും വലിയ സാധാരണ ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വകുപ്പ് എന്നുള്ള നിലയിൽ, കേരളത്തിലെ ഏറ്റവും വലിയൊരു വെള്ളാന എന്നറിയപ്പെടുന്ന ഒരു വകുപ്പ് എന്നുള്ള നിലയിൽ താങ്കളുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി ഇനിയും പരിഷ്കരണ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ട് ഇത് വിജയകരമായ രീതിയിനകത്ത് പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റുവാൻ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്കൾ പറഞ്ഞതിൽ ഒരു കാര്യം, KSRTC ഡ്രൈവർക്ക് നിയമത്തിൻ്റെ മുമ്പിൽ യാതൊരു പ്രിവിലേജും ഇല്ല. KSRTC ഡ്രൈവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വണ്ടി ഓടിച്ചതിന് 6 മാസത്തേക്ക് ലൈസൻസ് റദ്ദാക്കാൻ RTOയ്ക്ക് ആരുടെയും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. പോലീസിന് അക്കാര്യത്തിൽ ആക്ഷൻ എടുക്കാൻ എല്ലാവരും മനസ്സിലാക്കേണ്ട തെറ്റായ ഒരു ധാരണയാണ്. KSRTC ഡ്രൈവർക്ക് ഈ മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ യാതൊരു എക്സംഷനും ഇല്ല. അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ പേരിൽ നടപടിയാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ടെന്ന് അവർക്കുണ്ട്. അത് മാറ്റാം. അവരുടെ ട്രെയിനിങ് ഇപ്പോൾ ഡ്രൈവർമാർക്ക് വേണ്ടിയിട്ട് ഫ്യൂവൽ എഫിഷ്യൻസിയും ട്രാഫിക് പിന്നെ നിയമങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രോഗ്രാം, ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഞങ്ങളിപ്പോൾ തുടങ്ങുന്നുണ്ട്. അതിന് ഉള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. അത് ഉടൻ തന്നെ ഈ മാസം തന്നെ അത് ആരംഭിക്കുന്നതോടെ ഫ്യൂവൽ എഫിഷ്യൻസി എല്ലാം ഉണ്ട്. അവരുടെ ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം ഇതെല്ലാം വരും. അതോടൊപ്പം തന്നെ ഈ താങ്കൾ പറഞ്ഞത് പാർക്കിങ്ങിൻ്റെ കാര്യമാണ്. അതിൽ പ്രധാനമായി ചെയ്യേണ്ടത്, ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും യാത്ര ചെയ്തിട്ടുള്ളൊരു സാധാരണക്കാരെന്ന നിലയിൽ ഞാൻ പല രാജ്യങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ആദ്യം എവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്നത് കോർപ്പറേഷനാണ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റോ പോലീസോ അല്ല. അവരത് തീരുമാനിച്ചിട്ട് വരയ്ക്കണം. ഇപ്പം നമ്മൾ പുതിയ ഡ്രൈവിംഗ് സിസ്റ്റത്തിൽ സൈഡ് പാർക്ക് ചെയ്യാനും റിവേഴ്സ് പാർക്ക് ചെയ്യാനും വിദേശ രാജ്യങ്ങളിലൂടെ നിർബന്ധമായി പഠിക്കണം എന്നാണ് പറഞ്ഞത്. അതിനുള്ള ഡിസൈനാണ് ഇപ്പോൾ ഉണ്ടാക്കിയേക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ റിവേഴ്സ് പാർക്കിങ്ങും സൈഡ് വൈസ് പാർക്കിങ്ങും വണ്ടി എടുക്കുന്നതും കൃത്യമായി ലൈസൻസിൻ്റെ ഭാഗമായി പരിശോധിക്കാൻ പോകണം. പുതിയ ലൈസൻസ് കൊടുക്കുന്ന മാറുകയാണ്. മാറിയിട്ട് ഒരു പ്രത്യേക കോളത്തിലേക്ക് വരും. അത് റിവേഴ്സ് പാർക്ക് ചെയ്യാനും സൈഡ് അതായത് ഈ കോളം വരച്ചിട്ടിട്ട് കോളത്തിന് വെളിയിലിടുന്നവരെ ഫൈൻ അടിക്കണം. അപ്പോൾ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കും. അപ്പോൾ താങ്കൾ പറഞ്ഞു പല വർക്ക്ഷോപ്പുകളും വണ്ടി പണിയുന്ന റോഡിലിട്ടാണ്. സമ്മതിക്കാൻ പാടില്ല. മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ ഒരു പൊല്യൂഷൻ കൺട്രോളിൻ്റെ ഒരു സ്ഥാപനം നടത്തണമെന്നുണ്ടെങ്കിൽ ഇത്ര സ്ക്വയർ, ഒരു ഇന്നോവ കാർ ഇത്ര 2 വണ്ടികൾ ഇടാനുള്ള സ്ഥലം അയാൾ സ്വകാര്യമായി പ്രൊവൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നടുറോഡിലിട്ട്. ഇപ്പം നടുറോഡിൽ പുക പരിശോധിക്കുന്ന എല്ലാ പുക പരിശോധന കേന്ദ്രം അടപ്പിക്കുക. ഈ വല്ലവരെയും ഒരിടത്ത് റോഡിലിട്ടിട്ട് പുക പരിശോധിച്ച് വിടുന്ന പരിപാടിയല്ല, അതിപ്പോൾ അനുവദിക്കത്തില്ല. അത് കർശനമായി അടപ്പിക്കുകയാണ്. ചില കാര്യങ്ങൾ, നിലവിലുള്ള ചില നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കിയാൽ, അപ്പം ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി ശ്രീ TN ശേഷൻ വന്നു. അതിനു മുമ്പും ഇവിടെ ഇലക്ഷൻ കമ്മീഷനുണ്ട്. ഈ അധികാരങ്ങളെല്ലാം അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി ശ്രീ ശേഷൻ വന്നപ്പോൾ അദ്ദേഹം നിലവിലുള്ള ഒരു നിയമവും മാറ്റിയില്ല, ഒരു നിയമം പുതുതായിട്ട് ഉണ്ടാക്കിയില്ല. ഉള്ള നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനം വളരെ സുതാര്യമായി എന്ന് അഭിമാനത്തോടെ ഓരോ ഭാരതീയനും പറയാൻ പറ്റുന്നൊരുണ്ട്. കാരണം രാഷ്ട്രീയത്തിൽ ഏറ്റവും സ്വാധീനമുള്ള, ഇന്നത്തെ പോലെ ഇന്നുള്ള ഒരു രാഷ്ട്രീയ നേതാവിനേക്കാൾ വലിയ സ്വാധീനം അന്നത്തെ കാലത്ത് രാഷ്ട്രീയ നേതാക്കൾക്ക് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അവർ പറയുന്നിടത്തേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പല സംസ്ഥാനങ്ങളിലും. അത്തരം കരുത്തന്മാരായ നേതാക്കന്മാരെ വരെ ഈ നിയമത്തിൻ്റെ, നിലവിലുള്ള നിയമത്തിൽ നിലയ്ക്ക് നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നിയമങ്ങളുണ്ട്, അത് അനുസരിക്കാൻ നമ്മളും അത് നടപ്പിലാക്കാൻ സിസ്റ്റവും തയ്യാറാവണം.
അല്ല, പാർക്കിംഗ് സൗകര്യം ഹൗസിംഗ് ബോർഡിൻ്റെ അടുത്ത് തന്നെ എവിടെയെങ്കിലും ഒരു വണ്ടി ഇടുന്ന ഒരു ബോക്സ് വരച്ചിട്ടുണ്ടോ? ഞാനിങ്ങനെ ഇടും, താങ്കൾ ഇങ്ങനെ ഇടും. അപ്പോൾ ഇടയ്ക്ക് ഒരു വണ്ടി ഇടാനുള്ള സ്ഥലം പോയി. പിന്നെ ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്ത് ഞാനൊരു മോട്ടോർ സൈക്കിൾ കൊണ്ടങ്ങ് വയ്ക്കും. പിന്നെ നിങ്ങൾക്ക് വണ്ടി ഇടാൻ പറ്റില്ല. ഇത് ഒതുക്കി വരച്ചാൽ ഇതെല്ലാം ഇടാൻ പറ്റും, ഒതുക്കി വരച്ചാൽ. അല്ല, ഗതാഗത വകുപ്പ് കോർപ്പറേഷൻ ഇന്ന സ്ഥലം പാർക്കിംഗ്, ഇന്ന സ്ഥലം നോ പാർക്കിംഗ് എന്ന് എഴുതിയാൽ മാത്രമേ നടപടി എടുക്കാനൊക്കൂ. അല്ലാതെ ഗതാഗത വകുപ്പിന് എവിടെ പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് പറയാൻ ഒക്കത്തില്ല. ഈ ഓട്ടോ സ്റ്റാൻഡിൻ്റെയൊക്കെ സൈസ് കുറച്ച് അത് ഒതുക്കിയിടാനുള്ള സംവിധാനം വരച്ചു കൊടുക്കണം അവർക്ക്. ഒരു ഓട്ടോറിക്ഷ ഇടാനുള്ള സ്ഥലം വെച്ച് അവർ കോർപ്പറേഷൻ വരച്ചു കൊടുക്കണം റോഡിൽ. അല്ലാത്ത പക്ഷേ അവർ തോന്നുന്നിടത്തെല്ലാം ഇടും. ഇപ്പോൾ എവിടെയാണ് ഇടാൻ പാടില്ല, എവിടെയാണ് ഇടാൻ പാടെന്നുള്ള എവിടെയും പറഞ്ഞിട്ടില്ല. നഗരത്തിൽ എത്ര നോ പാർക്കിംഗ് ബോർഡുണ്ടെന്ന് ഞാൻ തന്നെ കണ്ടിട്ടില്ല. ഉണ്ടോ? നമ്മൾ ശ്രദ്ധിച്ച് നോക്കും, വളരെ കുറവാണ്. പാർക്കിംഗ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു വിമർശനമാണെന്ന് വിചാരിക്കരുത്. ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പുറത്ത് ഒരു കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു മണ്ഡപം പണിഞ്ഞിട്ടുണ്ട്. അവിടെ ഇഷ്ടംപോലെ കാർ പാർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ അവിടെ എന്നോടൊരു മാധ്യമ സുഹൃത്ത് പറഞ്ഞത് അവിടെ 26 കണക്ക് ചെയ്യാൻ 26 28 വണ്ടി മാത്രമേ പാർക്ക് ചെയ്യാൻ പറ്റൂ. 4 നില കെട്ടിടമാണ്, 3-4 നിലയുള്ള കെട്ടിടം പണിഞ്ഞിരിക്കുകയാണ്, കോടികൾ ചിലവാക്കിയിരിക്കുകയാണ്. അതിലുള്ള അശാസ്ത്രീയ നിർമ്മാണത്തിലുള്ള പ്ലാനിങ്ങിൽ മാക്സിമം വണ്ടി പാർക്ക് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു കെട്ടിടം പണിയുക എന്നുള്ളൊരു അശാസ്ത്രീയതയിലേക്ക് നമ്മൾ പോകുന്നു. ഒരു കെട്ടിടം പണിതാൽ മതി, അല്ലെങ്കിൽ ഇത്ര പദ്ധതിക്ക് ഇത്ര പൈസ കിട്ടിയിട്ടുണ്ട്, അത് ഉപയോഗിച്ചാൽ മതി എന്ന ചിന്തയ്ക്കപ്പുറം അതിനിപ്പുറത്തൊരു സ്വകാര്യ ഹോട്ടലുണ്ട്. അവർ ലിഫ്റ്റ് വെച്ചിട്ടുണ്ട്. ആ ഒരു ലിഫ്റ്റിൽ അവർ 16-17 വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ട്, 18 വണ്ടി. അപ്പോഴാണ് എത്രയോ കോടി ചെലവഴിച്ച് നമ്മളൊരു കെട്ടിടം സ്ഥിരമായി പണിഞ്ഞ് ഇനി ഒരിക്കലും പൊളിക്കാൻ പറ്റാത്ത വിധത്തിൽ വെറും 28-29 വണ്ടി മാത്രം പാർക്ക് ചെയ്യുന്നത്. അതാരുടെ തെറ്റ്? ഈ ലോകത്ത് വന്ന പുതിയ സാങ്കേതിക വിദ്യ അത് പഠിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യണം. അപ്പോൾ എണ്ണം കൂട്ടാം. ആ ഹോട്ടലുകാരൻ വെച്ചതുപോലെ ഈ സ്ഥലത്ത് 4 ലിഫ്റ്റ് വെച്ചിരുന്നെങ്കിൽ എത്ര വണ്ടി കിടന്നേനെ? അത്രയുള്ളതിൻ്റെ വ്യത്യാസം. നമ്മൾ ആദ്യം താങ്കൾ പറഞ്ഞ പ്രശ്നത്തിന് പരിഹാരം എന്താ പറയുക? എല്ലാ സ്ഥലത്തും ഇവിടെ ഇങ്ങനെ നേരെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലം, സൈഡ് പാർക്ക് ചെയ്ത് ഇത് മുഴുവൻ കോർപ്പറേഷൻ വരയ്ക്കണം. ഞാൻ ആരെയും വിമർശിക്കില്ല. ഇപ്പോൾ ഇത് കേട്ടിട്ട് ഇയാൾ കോർപ്പറേഷനെ വിമർശിച്ചു എന്നുള്ളതല്ല. കോർപ്പറേഷൻ എല്ലാ രാജ്യത്തും അങ്ങനെയാണ്. കോർപ്പറേഷൻ വരച്ചിടും, നമ്മൾ തെറ്റിച്ചിട്ടാൽ നമുക്ക് ഫൈനാ. ഗൾഫ് രാജ്യങ്ങളിൽ ഈ ബോക്സിൻ്റെ പുറത്തേക്ക് നമ്മൾ വണ്ടി കിടന്നാൽ ഫൈനാ അപ്പം തന്നെ. എൻ്റെ പേര് ഇസ്സത്ത്, ഞാൻ മാധ്യമ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നേരത്തെ ഇദ്ദേഹം ചോദിച്ചൊരു ചോദ്യത്തോട് അനുബന്ധിച്ച് ചോദിക്കുന്നതാണ്. ഇയർഫോണുകൾ വയ്ക്കുന്നതിനെ പറ്റിയുള്ള ഇപ്പോഴത്തെ നിയമം എന്താണെന്നുള്ളത്. രണ്ടാമത്തേത്, പോലീസുകാരുടെ അനധികൃത പാർക്കിംഗ് ഉണ്ട്. അതായത് പെറ്റി അടയ്ക്കാനാണെങ്കിലും കൈ കാണിക്കാനാണെങ്കിലും ഒരു റോഡിനെ നടുക്കൊണ്ടൊന്ന് പാർക്ക് ചെയ്തിടും. ഇതിപ്പം നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ പാർക്കിംഗ് നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണല്ലോ. പ്രത്യേകിച്ച് പേരെടുത്ത് പറയുകയാണ് ഞാൻ, പിങ്ക് പോലീസുകാരുടെ പാർക്കിംഗ്. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അക്കാഡമിയിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ റോഡിന് നടുക്കൊണ്ടെന്ന ഒരു വണ്ടി ഇട്ടേക്കണം. അവിടെ പാർക്ക് ചെയ്തിട്ട് പെറ്റി അടിക്കാനാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്കുള്ള എന്താ നിയമ നടപടികൾ എന്താണെന്ന് അറിയണം. അവർ വണ്ടി മുന്നോട്ടിടുന്നത്, പോലീസ് വണ്ടി മുന്നോട്ടിടുന്നത് നിങ്ങളെ ബ്ലോക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടായിരിക്കും അവരിടുന്നത്. അത് അവരുടെ ഒരു കാര്യമാണ്. അത് പോലീസിനുള്ളൊരു ചില പ്രിവിലേജസ് ആണ്. അതിൽ നമ്മൾ അഭിപ്രായം പറയാം. പക്ഷേ ഈ ഡ്രൈവിങ്ങിൻ്റെ ഭാഗമായി പാർക്കിംഗ് ഒരു വിഷയമായി മാറാൻ പോവുകയാണ്. പാർക്കിംഗ് ഇതിനകത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഭാഗമായി മാറാൻ പോവുകയാണ്. എല്ലാ രാജ്യത്തും അങ്ങനെയാണ്. പാർക്കിംഗ് എങ്ങനെ പാർക്ക് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ്. ഞാൻ ഗൾഫിൽ ലൈസൻസ് എടുത്ത ആളാണ്. ഞാൻ ഈ റിവേഴ്സ് പാർക്കിംഗ് ചെയ്യുന്ന അവർ പറയുന്നുണ്ട്. അവിടെ 2 വണ്ടികളുടെ ഇടയിൽ ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് പാർക്ക് ചെയ്യാം റിവേഴ്സ് പാർക്കിങ്ങിൽ. അത് ചെയ്ത് കാണിക്കണം. പിന്നെ അങ്ങനെ പോകുമ്പോൾ പറയും ഇവിടെ പാർക്ക് ചെയ്യുമെന്ന് പറയും, സൈഡ് പാർക്കിംഗ്. അവിടെ ആ ബോക്സിൽ കയറ്റി പാർക്ക് ചെയ്യണം. ചില സമയത്ത് ഇവിടെ പാർക്ക് ചെയ്യുന്നവർ, അപ്പോൾ നമ്മൾ അവരോട് പറയണം നോ പാർക്കിംഗ് ആണ്, ഇടൂല എന്ന് പറയണം. അല്ല, ഇടാൻ തുനിഞ്ഞാൽ അപ്പോഴേ നമ്മൾ ഇറക്കി വിടും. അപ്പോൾ അതുകൊണ്ട് പാർക്കിംഗ് ഇതിൻ്റെ ഭാഗമാകുന്നതോടുകൂടി ഒരു അച്ചടക്കം ആ കാര്യത്തിൽ, ഡ്രൈവിങ്ങിനോടൊപ്പം പാർക്കിങ്ങിന് ഒരു അച്ചടക്കം വരും. പക്ഷേ ദൗർഭാഗ്യവശാൽ പെട്ടിയിലിടാൻ പെട്ടിയില്ല. വരച്ചു വെച്ചേക്കുന്ന പെട്ടി ഉണ്ടെങ്കിൽ ഇടാൻ പെട്ടിയില്ല. പെട്ടി കൂടി ഉണ്ടാകണം. നമ്മളെല്ലാവരും ഒന്നിച്ച് നീങ്ങേണ്ട കാര്യമാണ്. പിന്നെ പോലീസ് പിന്നെ ഇയർഫോൺ വെച്ചുള്ളതും ഈ മൊബൈൽ ഫോൺ കയ്യിൽ പിടിക്കുന്നതിൻ്റെ പ്രശ്നം മാത്രമല്ല, നമ്മൾ ഈ മൊബൈൽ ഫോണിൽ സംസാരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പല ഇൻട്രാക്ഷനാണ് പ്രശ്നം. നമ്മുടെ മനസ്സ് മാറിപ്പോകുന്നതാണ് നമ്മുടെ ഡ്രൈവിങ്ങിനെ ബാധിക്കുക. അല്ലാതെ മൊബൈൽ ഫോൺ കൈ പിടിക്കുന്ന അപകടം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന സബ്ജക്റ്റ്, നമ്മൾ അങ്ങോട്ട് പറയുന്ന സബ്ജക്റ്റ് നമ്മുടെ ഈ വാഹനം ഓടിക്കുന്ന കോൺസെൻട്രേഷനിൽ നമ്മളെ മാറ്റും. അതാണ് അപകടം. ഇയർഫോണും അനുവദിക്കാൻ പറ്റുന്നില്ല. ഈ പ്രൈവറ്റ് ബസ്സുകളിൽ ഉള്ള നിയന്ത്രണം എങ്ങനെയാണ് ആളുകളെ നിയന്ത്രിക്കുന്നത്? അതായത് ഇത്ര ആളുകളെ കയറാവുള്ളൂ, ഇത്ര ആളുകളെ പാടുള്ളൂ എന്നുള്ളൊരു നിയന്ത്രണം ഉണ്ടോയെന്നല്ലോ. ഞങ്ങളൊക്കെ തന്നെ പ്രൈവറ്റ് ബസ്സുകളിലാണെങ്കിലും ഇഷ്ടംമാതിരി ആളുകളാണ് തടിച്ച് കയറുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ സ്ഥലത്തൊക്കെ, ഞാൻ പെരുമ്പാവൂരുകാരനാണ്, അവിടെ അന്യസംസ്ഥാന തൊഴിലാളികളും അധികമായിട്ടുള്ള സ്ഥലം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരും പണി കഴിഞ്ഞ് പോകുന്നൊരു സമയമായിരിക്കും. അവരുടെ ഭയങ്കര ഇടിച്ചുള്ള കയറ്റമുണ്ട്. പക്ഷേ ഈ കണ്ടക്ടർമാർ ബാക്കിയുള്ളവരെ ഒരു അസഭ്യമായിട്ടുള്ള ഭാഷകളോടുകൂടി, അതാണ് ഞാൻ പറഞ്ഞ കുഞ്ഞിനോട് സംസാരിച്ചാലും പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങളോട് സംസാരിച്ചു, പ്രൈവറ്റ് ബസ്സിൻ്റെ ഡ്രൈവറെ കൊണ്ട് മാപ്പ് പറയിച്ചു പറഞ്ഞില്ല. പക്ഷേ അതുപോലെ അവരെയും ഒരു നിയന്ത്രണം മാറുന്ന വെച്ചാൽ ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഏപ്രിൽ മാസത്തിനുള്ളിൽ മുഴുവൻ പ്രൈവറ്റ് ബസ്സിൻ്റെ ഉള്ളിലും പുറത്തേക്കും
വിഷൻ ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് കാണത്തക്ക രീതിയിൽ, അകത്ത് നടക്കുന്ന സംഭവങ്ങൾ കാണത്തക്ക രീതിയിലും നമ്മൾ ക്യാമറ വെപ്പിക്കും. അത് അവർക്ക് ക്യാമറ വാങ്ങാനും വയ്ക്കാനുമായിട്ട് ഏപ്രിൽ മാസം വരെ സമയം കൊടുത്തിട്ടുണ്ട്. ST വിദ്യാർത്ഥികളോടും അതുപോലെ തന്നെ ഇതെല്ലാം റെക്കോർഡറാണ്. ആ റെക്കോർഡറാവുന്ന സാധനം നമ്മൾ സൂക്ഷിക്കും. പിന്നെ ഈ പ്രൈവറ്റ് ബസ്സിന് അമിത വേഗത കുറയ്ക്കാൻ വേണ്ടി കേരളത്തിൽ ജിയോ ഫെൻസിങ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കും. അതായത് വണ്ടികളിലെല്ലാം ഒരു ബാർകോഡ് കൊടുക്കും, ഒരു ബാർകോഡ് കൊടുത്തിട്ട് ഈ വണ്ടി പാസ് ചെയ്യുന്ന ടൈമുണ്ട്. അപ്പോൾ ഇന്ന വണ്ടി പെരുമ്പാവൂരിലേക്ക് പോകുന്ന ഇന്ന വണ്ടി ഇത്ര മണിക്ക് ഇന്ന പോയിന്റ് പാസ് ചെയ്യുക. ഈ പോയിന്റിൽ നമ്മൾ രഹസ്യമായി പല സ്ഥലത്തും ഒരു റീഡർ വയ്ക്കും. ആ റീഡറിലൂടെ ഈ വണ്ടിയുടെ പാസിംഗ് നമ്മൾ കണക്കാക്കുക. അപ്പോൾ 10 മണി 28 മിനിറ്റിൽ കടന്നു പോകേണ്ട വണ്ടി 10 മണി 26 മിനിറ്റിൽ കടന്നു പോയാൽ ഫൈൻ അടിക്കും. 2 മിനിറ്റ് താമസിച്ചാലും ഫൈൻ അടിക്കത്തില്ല, നേരത്തെ വന്നാൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം സ്പീഡ് കൂടുതലാണെന്നാണ്. അതുകൊണ്ട് കേരളത്തിലെമ്പാടും പ്രൈവറ്റ് ബസ് ഓടുന്ന വഴികളിൽ മുഴുവൻ ജിയോ ഫെൻസിങ് ഏർപ്പെടുത്താൻ വേണ്ടി റോഡ് സേഫ്റ്റി അതോറിറ്റി കമ്മീഷനുമായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. അടുത്ത റോഡ് സേഫ്റ്റി അതോറിറ്റി കമ്മീഷൻ മീറ്റിങ്ങിൽ അതിനുള്ള പണം സാങ്ഷൻ ചെയ്യും. അത് അടിയന്തരമായി കേരളത്തിൽ ഏർപ്പെടുത്തുന്ന ഏറ്റവും വലിയ പരിഷ്കാരമായിരിക്കും. പ്രൈവറ്റ് ബസ്സുകളുടെ വേഗതയാണ് ആദ്യം നിയന്ത്രിക്കാൻ പോകുന്നത്. പിന്നീട് അത് KSRTCക്കും ബാധകമാക്കും. ഏത് വണ്ടിയും ചെയ്യാൻ പറ്റും, കാരണം ഈ സ്റ്റിക്കർ ഒട്ടിച്ചാലും മതി. അതൊരു ബാർകോഡ്. പിന്നെ മുമ്പ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ലൈസൻസിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നില്ല, ബ്ലാക്ക് മാർക്ക് ചെയ്യുക. അതായത് ഇനിയും അതിന് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈസൻസിൽ വരുന്ന ഓരോ ഒഫൻസും ബ്ലാക്ക് പഞ്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇത്ര പഞ്ച് വരുമ്പോൾ ലൈസൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ഔട്ടാവും. അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരും. കാരണം ഇത് ലൈസൻസ് എന്ന് പറയുന്നത് ഒരു വാല്യുബിൾ ആയിട്ടുള്ള സാധനമാണെന്നും അത് ഒരു പരിശീലനം നേടിയ ഒരു വിഷയത്തിലുള്ള ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലെയാണെന്നും തോന്നത്തക്ക രീതിയിൽ മാറ്റം വന്നേ പറ്റുള്ളൂ. അല്ല, അതിൻ്റെ നിയമമുണ്ട്, അതനുസരിച്ച്. പിന്നെ ഈ പ്രൈവറ്റ് ബസ്സിലെ കുട്ടികളൊക്കെ കൂടുതൽ കയറുമ്പോൾ നമ്മൾ പ്രായോഗികമായിട്ട് കൂടി ചിന്തിക്കണം. ഒന്നെന്തരേ പ്രായോഗികമായിട്ട് ചിന്തിക്കണം. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്. എല്ലാം നൂലിൻ്റെ വരയിൽ പിടിച്ച് നടത്താൻ പറ്റില്ല. നമുക്ക് അസൗകര്യം ഉണ്ടാകും. പക്ഷേ ഒരു ബസ്സിൽ 100 കുട്ടികൾ അങ്ങ് കയറുകയാണ്. ഈ കുട്ടികളിൽ നിന്ന് തുച്ഛമായ പൈസ മാത്രമേ പ്രൈവറ്റ് ബസ്സിന് വാങ്ങാൻ പറ്റൂ. അപ്പോൾ അവർ വലിയ ആളുകൾ ടിക്കറ്റ് എടുക്കുന്ന ആളുകൾ വരുമ്പോൾ അവരെയും കൂടെ കയറ്റും. അപ്പോൾ ആ തിക്കും തിരക്ക് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഉഗ്രൻ സാധനം വരുന്നുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് RTO ഓഫീസ് വഴി ഓൺലൈൻ കൺസെഷൻ ആപ്പ് വരാൻ പോവുകയാണ്. ഈ ആപ്പ് വഴി കുഞ്ഞുങ്ങൾ ഇപ്പോൾ KSRTCയിൽ കൺസെഷൻ ആപ്പ് വഴിയാണ് പോകുന്നത്. കഴിഞ്ഞ 6 മാസം ഈ ഒരു അധ്യയന വർഷം മുതൽ ഞങ്ങളുണ്ടാക്കിയ ഒരു ആപ്പിലൂടെയാണ് KSRTCയിൽ കുട്ടികൾ പാസ് എടുക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ പ്രൈവറ്റ് ബസ്സിലേക്കും പാസ് എടുക്കാൻ ഒരു ആപ്പ് ഉടൻ നിലവിൽ വരും. ആ ആപ്പിലൂടെയാണ് അടുത്ത വർഷം കുഞ്ഞുങ്ങൾ പാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അംഗീകൃതമായ സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്നവർക്ക് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. അല്ല ചുമ്മാ നമ്മൾ ബുക്കൊക്കെ എടുത്ത് കൈ വെച്ചിട്ട് പൊറോട്ട കഴിക്കാൻ വേണ്ടി പെരുമ്പാവൂർ ടൗണിലോട്ട് പോകുമ്പോൾ പാസ് കിട്ടത്തില്ല. പഠിക്കാൻ പോകുമ്പോൾ കിട്ടും. ഈ സ്റ്റുഡൻറ്റ് പാസ് എന്ന് പറയുന്നത് പഠിക്കാൻ പോകുമ്പോഴല്ലേ, അല്ലാതെ സിനിമ കാണാൻ പോകുമ്പോൾ കൊടുക്കാനുള്ളതല്ലല്ലോ. അത് ഞാൻ സത്യസന്ധമായിട്ട് നമ്മൾ പറയണമല്ലോ. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഈ പ്രൈവറ്റ് ബസ്സുകാരൻ കുഴപ്പമാണ്, ഉടമസ്ഥൻ കുഴപ്പമാണ്, ഡ്രൈവർ കുഴപ്പമാണ്. പക്ഷെ നമ്മളെ ഭാഗത്തുകൊണ്ട്, കാരണം സ്റ്റുഡൻറ്റ് പാസ് വെച്ചിട്ട് ഇപ്പോൾ KSRTC ബസ്സിൽ സ്റ്റുഡൻറ്റ് പാസ് കൊണ്ട് പഠിക്കാനേ പാനക്കൂ. കേരള ഗവൺമെൻറ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൺസെഷൻ ഉറപ്പാക്കുന്ന, പ്രൈവറ്റ് ബസ്സുകളിലും കൺസെഷൻ ഉറപ്പാക്കുന്ന ഒരു ആപ്പ് ഉടൻ നിലവിൽ വരും. ആ ആപ്പിലൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പം നിങ്ങളുടെ സ്ഥാപനം, നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനം അംഗീകൃതമാണെങ്കിൽ മാത്രമേ പാസ് കിട്ടൂ. നമുക്ക് സിനിമ കാണാൻ പോകുമ്പോൾ കിട്ടത്തില്ല. ഇന്ന ദിവസം മുതൽ പറയും ഈ കൺസെഷൻ നിങ്ങൾക്ക് തരുന്നത് RTO ഓഫീസിൽ നിന്നായിരിക്കും. പണം അതിന് കൊടുക്കാനുള്ള പണം നിങ്ങൾ ബസ്സിനകത്ത് കൊടുത്തോളുക, കൺസെഷണൽ റേറ്റ്. ഇതൊക്കെ നമ്മൾ ആലോചിച്ച്, കൂലങ്കഷമായി ആലോചിച്ച്, ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങളൊക്കെ ആലോചിച്ച് എങ്ങനെയൊക്കെ പറ്റിക്കപ്പെടും നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അല്ല വെറുതെ ഒരു സാധനം ഏർപ്പെടുത്തുകയല്ല. അല്ലെങ്കിൽ വെറുതെ ഒരു സാധനം ഏർപ്പെടുത്തിയാൽ അത് പരാജയപ്പെട്ടു പോകും. ഇപ്പോൾ KSRTC ഒരു കണക്ക് ഞാൻ പറയാം. ഉദാഹരണം ആപ്പ് കൊണ്ടുള്ള ഗുണം എന്താ പറയുക, KSRTC എന്നും പറയും KSRTCക്ക് 4-5 കോടി രൂപ കുഞ്ഞുങ്ങൾക്ക് കൺസെഷൻ കൊടുക്കുന്ന വകയിൽ പോകുന്നുണ്ട് എന്ന് പറയും. ഇപ്പോൾ ഈ ആപ്പ് വന്നതിനുള്ള ഗുണമെന്ന് വെച്ചാൽ KSRTCയിൽ വന്ന അപേക്ഷകരുടെ എണ്ണം 1,28,000 അതിൽ അംഗീകൃത സ്കൂളുകളും കോളേജുകളും കട്ട് ചെയ്തിട്ട് ഒടുവിൽ വന്നപ്പോൾ ഏതാണ്ട് 1,06,000 താഴെ കൺസെഷനാണ് കൊടുക്കേണ്ടി വന്നത്. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, 3 ലക്ഷം കൺസെഷൻ കൊടുക്കുന്നു എന്നൊക്കെയാണ്. സത്യത്തിൽ അപേക്ഷിച്ചത് തന്നെ 1,28 1,30 കൊണ്ടാണ് കൊടുത്തത്. 1,6 കണ്ടേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ അത്രയും കൺസെഷനേ ഉള്ളൂ. അതിൻ്റെ കൃത്യമായ കണക്ക് നമുക്ക് കിട്ടി. പിന്നെ കുഞ്ഞുങ്ങൾ അതിന് വേണ്ടിയിട്ട് ഓഫീസിൽ വരേണ്ട കാര്യമില്ല. ഈ ആപ്പ് വഴി തന്നെ പൈസ അടയ്ക്കാം. അവസാന കൺസെഷൻ കാർഡ് കൈപ്പറ്റാൻ വേണ്ടി മാത്രം KSRTCയുടെ ഓഫീസിൽ വന്നാൽ മതി. ഇതൊക്കെ സൗകര്യങ്ങളാണ് നമ്മുടെ. ഇത് ആദ്യം ഏർപ്പെടുത്തുമ്പോൾ എനിക്ക് ഈ ആപ്പിൽ പരിചയമില്ലാത്തതുകൊണ്ട് ഇതെന്തിങ്ങനെ എന്നൊക്കെ ചോദിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതെല്ലാം ശരിയായിക്കോളും. നമ്മുടെ നാട്ടിൽ പ്രായമായ അമ്മമാർ വരെ, വയസ്സായ അമ്മമാർ വരെ ഫേസ്ബുക്ക് കൈകാര്യം ചെയ്യുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്, പ്രത്യേകിച്ച് കേരളം എന്ന് നമ്മൾ ഓർക്കണം.
ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. സ്പീക്കർ ഇല്ലാത്തതുകൊണ്ട് സെക്രട്ടറി ബെല്ലടിക്കുമെന്ന് തോന്നുന്നു. സംഗതി നീണ്ടുപോയാൽ നിയമസഭയിൽ ബെല്ലടിക്കും. എല്ലാവർക്കും സന്തോഷം. ഇത്തരത്തിലുള്ള അവസരം തന്ന നിയമസഭ സ്പീക്കർ, അതുപോലെ സെക്രട്ടറി, നിയമസഭയിലെ മറ്റ് ഉദ്യോഗസ്ഥർ, നമ്മുടെ നിയമസഭയുടെ ഈ ഒരു ലിറ്റററി ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിത്വങ്ങൾ, ഇവിടെ വന്ന എല്ലാവർക്കും ഇങ്ങനൊരു അവസരം തന്നതിൽ ഹൃദയം നിറഞ്ഞ നന്ദി. എന്നെ കേട്ടതിനും എന്നോട് ചോദിച്ചതിനും നന്ദി.